ഹായ് ഓൾ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ തിയറി പാർട്ട് നമ്മൾ കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്യുന്നത് അതിന്റെ പ്രോബ്ലംസ് സോൾവ് ചെയ്യുകയാണ്. മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ പ്രോബ്ലംസ്. അപ്പോൾ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നതിന് മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിലെ ഒരു ഫീഡ്ബാക്ക്, അതായത് നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെ പഠിച്ചു അതിപ്പം നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ പ്രോബ്ലം ചെയ്യുമ്പം നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു തിയറി പാർട്ട് പോലെയല്ല, പ്രോബ്ലം വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഇൻട്രസ്റ്റ് വരും. അപ്പം നമുക്ക് അതിന് വേണ്ട കുറച്ച് കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിന്ന് നമ്മൾ എടുക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു മൊമെന്റ് ഓഫ് ഇനേർഷ്യ എക്സ് എക്സ് ആക്സിസ് വെച്ച് പറയും. ഒരു ഐ സെക്ഷൻ ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനൊരു നമ്മൾ സെന്റർ ഓഫ് ഗ്രാവിറ്റി ഒക്കെ പഠിച്ചതാ കഴിഞ്ഞ ക്ലാസ്സിൽ. അപ്പൊ സെന്റർ ഓഫ് ഗ്രാവിറ്റി പഠിച്ചപ്പം ഇതിന് എക്സ് എക്സ് എന്ന് പറയുന്ന ഒരു ആക്സിസ് ഉണ്ട്, വൈ വൈ എന്ന് പറയുന്ന ഒരു ആക്സിസ് ഉണ്ട്, ഒരു തേർഡ് ആക്സിസ് ഉണ്ട്, ഇസഡ് ഇസഡ് എന്ന് പറയുന്ന ഒരു ആക്സിസ് ഉണ്ട്. അപ്പൊ അതൊക്കെ പോട്ടെ, അതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിലെ തിയറി ക്ലാസ്സിൽ പഠിച്ചു. അതനുസരിച്ച് മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ എക്സ് എക്സ് വെച്ചുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഏരിയ ഏതിന്റെയാണോ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കാണേണ്ടത് ആ ഒബ്ജക്റ്റിന്റെ ഏരിയ, അതെന്തും ആയിക്കോട്ടെ, ഒരു പ്ലെയിൻ ഫിഗർ ആകാം, ഒരു സോളിഡ് ആകാം, എന്തും ആയിക്കോട്ടെ, ആ ഒബ്ജക്റ്റിന്റെ ഏരിയ സോളിഡ് ആണെന്നുണ്ടെങ്കിൽ അവിടെ വോളിയം ആയിരിക്കും വരുന്നത്. ഇപ്പൊ നമ്മൾ പ്ലെയിൻ ഫിഗറിന്റെ ആണെങ്കിൽ ഏരിയ ഇൻറ്റു എക്സ് സ്ക്വയർ, എ എക്സ് സ്ക്വയർ എന്നാണ്. ഞാൻ എക്സും ഇൻറ്റും കൂടെ കൺഫ്യൂഷൻ ഉണ്ടാവണ്ടെന്ന് വെച്ചാൽ എ എക്സ് സ്ക്വയർ എന്ന് പറയും. ഇനി ഐ വൈ വൈ എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത് എ വൈ സ്ക്വയർ ആണ്. ഡിസ്റ്റൻസിന്റെ സ്ക്വയർ ആണ് ഏരിയ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ദാറ്റ് ഈസ് സെക്കൻഡ് മൊമെന്റ് ഓഫ് ഏരിയ ആണ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത്. സെക്കൻഡ് മൊമെന്റ് ഓഫ് ഏരിയ, രണ്ട് പ്രാവശ്യം ഡിസ്റ്റൻസ് കൊണ്ട് ഏരിയയെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ കിട്ടുന്നത്. ദെൻ ഐ ഇസഡ് ഇസഡ് എന്ന് പറയുമ്പം എ ഇൻറ്റു ആർ സ്ക്വയർ എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. ഇത്രയും നിങ്ങൾക്കൊന്ന് ഓർക്കാൻ വേണ്ടി പറഞ്ഞാൽ, ഇനി നമ്മൾ പറഞ്ഞത് അതിന്റെ കൂട്ടത്തിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ മൊമെന്റ് ഓഫ് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം ഞാനിപ്പം സ്റ്റേറ്റ് ചെയ്യുന്നില്ല, കാരണം കഴിഞ്ഞ വീഡിയോയിൽ അതുണ്ട്. പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം അനുസരിച്ച് ഐ ഇസഡ് ഇസഡ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ എബൌട്ട് ദി തേർഡ് ആക്സിസ്, ദാറ്റ് ഈസ് ഇസഡ് ഇസഡ് ആക്സിസ് എന്ന് പറയുന്നത് സം ഓഫ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദി ഓബ്ജെക്ട് എബൌട്ട് എക്സ് എക്സ് ആക്സിസ് ആൻഡ് moment of inertia of that object about y axis. അപ്പൊ ഇത് ഓർത്തിരിക്കുക, I z z is equal to I x x plus I y y. Then ഇത് ഞാനിപ്പോ പറഞ്ഞത് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. ഇനി ഞാൻ പറയുന്നത് പാരലൽ ആക്സിസ് തിയറം. അതായത് പാരലൽ ആക്സിസ് തിയറം പറയുന്നത് I a b അതായത് വേറൊരു ആക്സിസ് ആണ്. നമ്മളിപ്പോ പറഞ്ഞത് എന്തുവാ, എക്സ് എക്സ് ആക്സിസ്, വൈ വൈ ആക്സിസ്, ഇസഡ് ഇസഡ് ആക്സിസ്. അതായത് ഏത് ഒബ്ജക്റ്റിനുമുള്ള മൂന്ന് ആക്സിസിന്റെ പേരാണ് എക്സ് എക്സ്, വൈ വൈ, ഇസഡ് ഇസഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് കൂടാതെ ഞാൻ എ ബി എന്ന് പറഞ്ഞപ്പം ഈ ഓബ്ജക്റ്റ് എടുക്കുകയാണെങ്കിൽ ഇത് എക്സ് എക്സ് ആക്സിസ്, ഇത് വൈ വൈ ആക്സിസ്, ഇതിനൊരു ഇസഡ് ഇസഡ് ആക്സിസ് വേറെ ഉണ്ട്. ഇത് കൂടാതെ ഞാൻ വെറുതെ ഇങ്ങനെ ഒരു ആക്സിസ് വരയ്ക്കുന്നു, ദാറ്റ് ഈസ് മാർക്ക് ആസ് എ ബി. ഇങ്ങനെ മാർക്ക് ചെയ്താൽ നമുക്ക് ഈ ഓബ്ജക്റ്റിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ വിത്ത് റെസ്പെക്ട് ടു അബൌട്ട് ദിസ് ആക്സിസ് എ ബി നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. പറഞ്ഞ മനസ്സിലായി? അങ്ങനെ കണ്ടുപിടിക്കണമെങ്കിൽ, അതായത് ഈ എക്സ് എക്സും അല്ല, വൈ വൈയും അല്ല, ഇസഡ് ഇസഡും അല്ലാത്ത വേറൊരു പുതിയ ആക്സിസ്, അത് ഏതെങ്കിലും ഈ ആക്സിസിന് ഇതിന് പാരലായിട്ട് ഇവിടെ ഒരു ആക്സിസ് വെച്ചാലും മതി. ഓക്കെ, അപ്പൊ പാരലൽ ആക്സിസിന് നമുക്ക് മൊമെന്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് ഈ ഇക്വേഷൻ പാരലൽ ആക്സിസ് തിയറം എന്ന് പറയും. അത് സ്റ്റേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഇത് വെച്ച് പറയുകയാണെങ്കിൽ ഇത് ഏത് ആക്സിസിന് പാരലാണ്? ഈ എ ബി എന്ന് പറയുന്ന ഏത് ആക്സിസിന് പാരലാണ്? എക്സ് എക്സ് ആക്സിസിന് പാരലാണ്. അപ്പൊ ആ പാരലായിട്ട് വരുന്ന ഏത് ആക്സിസ് ആണോ ഐ എക്സ് എക്സ് എടുക്കുന്നു, പ്ലസ് അതിന്റെ കൂട്ടത്തിൽ എ എച്ച് സ്ക്വയർ എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. ഇത് നിങ്ങൾ ഓർത്തിരിക്കുക. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ സ്റ്റേറ്റ് ചെയ്തതാണ്, അതിന്റെ ഡിറൈവ് ചെയ്ത് കൊണ്ടുവന്നതാണ്. അതായത് നമ്മളിപ്പോ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു. ഏരിയ ഇൻറ്റു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പം അതെന്ന് പറയുന്ന മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആണ്. ദെൻ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം സ്റ്റേറ്റ് ചെയ്യുന്നത് I z z is equal to I x x plus I y y.
ഇനി പാരലൽ ആക്സിസ് തിയറം എന്ന് പറയുന്നത് ഒരു പാരലൽ ആക്സിസ് എ ബി എന്ന് പറയുന്ന ഒരു പാരലൽ ആക്സിസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലേക്കുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഈ പാരലൽ ആക്സിസ് ചിലപ്പോൾ ഇങ്ങനെ വരുവാണെങ്കിൽ ഐ വൈ വൈ എടുക്കേണ്ടത്. ഇതിപ്പോ നമ്മൾ എക്സ് എക്സിന് പാരലൽ ആയിട്ടാണ് എ ബി എന്ന് പറഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പം ഐ എക്സ് എക്സ് പ്ലസ് എ എച്ച് സ്ക്വയർ ഓർത്തിരിക്കാൻ വേണ്ടി പറഞ്ഞാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ഡെറിവേഷൻസ് നമുക്ക് ആവശ്യമില്ല, ഡിറൈവ് ചെയ്യേണ്ട, ഇക്വേഷൻസ് മാത്രം നിങ്ങൾ ഓർത്ത് വെച്ചിരുന്നാൽ മതി. നമ്മുടെ സിലബസ് അനുസരിച്ച് ഡെറിവേഷൻ വേണ്ട. അതായത് കുറച്ച് പ്ലെയിൻ ഫിഗറിന്റെ നമ്മൾ സെന്റർ ഓഫ് ഗ്രാവിറ്റി പറഞ്ഞപ്പം നമ്മുടെ സർക്കിളിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി അല്ലെങ്കിൽ റെക്ടാംഗിളിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി, സെമി സർക്കിളിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്നൊക്കെ പറഞ്ഞ് പഠിച്ചായിരുന്നു. എന്ന് പറയുന്ന പോലെ നമ്മൾ മൊമെന്റ് ഓഫ് ഇനേർഷ്യ, കുറച്ച് പ്ലെയിൻ ഫിഗറിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എങ്ങനെ വരും എന്നാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ അത് കോമൺ ഇക്വേഷൻസ് ആണ്, അത് ബൈ ഹാർട്ട് ആക്കുക. അതിന്റെ ഡെറിവേഷൻ സിലബസ് അനുസരിച്ച് നമുക്ക് ആവശ്യമില്ല. അപ്പൊ നമുക്കൊരു റെക്ടാംഗിൾ കൺസിഡർ ചെയ്യുന്നു. ഒരു റെക്ടാംഗിൾ കൺസിഡർ ചെയ്താൽ ഈ റെക്ടാംഗിളിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് ഈ ഡയമെൻഷൻ വിഡ്ത്ത് ബി, ഓക്കെ, ദെൻ ഇതിന്റെ ഡെപ്ത് ഡി. ഈ ബിയും ഡിയും ആണെന്നുണ്ടെങ്കിൽ, ഓക്കെ, പറഞ്ഞ മനസ്സിലായോ? റെക്ടാംഗിൾ ഡയമെൻഷൻ ബി ബൈ ഡി, ഇതിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എബൌട്ട് സെൻട്രോയിഡൽ ആക്സസ് എന്ന് പറയും. സെൻട്രോയിഡൽ ആക്സസ്, നിങ്ങൾ ഇനി ഓരോ ടേമും നിങ്ങൾ മനസ്സിലാക്കണം. സെൻട്രോയിഡൽ ആക്സസ് എന്നാണ് ഞാൻ പറയുക. നമ്മളിപ്പോ പറഞ്ഞത് എക്സ് എക്സ് ആക്സിസ്, ആക്സിസ്, വൈ വൈ ആക്സിസ്, ഇസഡ് ഇസഡ് ആക്സിസ്. ഈ മൂന്ന് ആക്സിസ് കൂടെ ചേരുമ്പോഴാണ് പ്ലൂറൽ പറയുന്നത് ആക്സസ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ സെൻട്രോയിഡൽ ആക്സിസ് എന്ന് പറയുമ്പോൾ ഈ റെക്ടാംഗിളിന്റെ എക്സ് എക്സ് ആക്സിസ് വെച്ചുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ, വൈ വൈ ആക്സിസ് വെച്ചുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ, ഇസഡ് ഇസഡ് ആക്സിസ് വെച്ചുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ മൂന്നൂടെ ചേരുന്നതാണ് സെൻട്രോയിഡൽ. ഇസഡ് മൂന്ന് ആക്സിസ് കൂടെ ചേരുന്നതാണ് സെൻട്രോയിഡൽ ആക്സിസ് എന്ന് പറയുന്നത്. മൊമെന്റ് ഓഫ് ഇനേർഷ്യ എബൌട്ട് സെൻട്രോയിഡൽ ആക്സസ്. പറഞ്ഞ മനസ്സിലായാലും? അപ്പൊ നോക്കിയേ, ഇവിടെ ശ്രദ്ധിച്ചേ, ഈ റെക്ടാംഗിൾ ഇങ്ങനെ എടുത്തു. ഈ റെക്ടാംഗിളിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത്, സോറി, ഇതിന്റെ പിന്നെ സെൻട്രോയിഡൽ ആക്സിസ് ഏതുവഴി പോകും? നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചേ. ഈ റെക്ടാംഗിളിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത്, സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഏതുവഴിയാ പോകുന്നത്? അതായത് ഇങ്ങനെ ഒരു ആക്സിസ് പോകും, യാതൊരു സംശയവും ഇല്ല, ഉണ്ടോ? അതായത് ഇത്രയും ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് d/2, ഇതും d/2, ഇത് മൊത്തം d ആണെങ്കിൽ ഡെപ്തിന്റെ സെന്ററിൽ കൂടെ ഒരു ആക്സിസ് പോകും. അത് ഏത് ആക്സിസാ? ആ പോകുന്ന ആക്സിസ് ഏതാ? എക്സ് എക്സ് ആക്സിസ്. ഓക്കെ, ഇനി വൈ വൈ ആക്സിസ്, ഇതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി കൂടെ പോകുന്ന വൈ വൈ ആക്സിസ് എങ്ങനെയാ പോകുന്നത്? ഈ ബിയുടെ, ഇത് എത്ര ബി എന്ന് പറഞ്ഞാൽ അതിന്റെ സെന്ററിൽ കൂടെ തന്നെ പോകും. അപ്പൊ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് b/2, ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് b/2. ഈ ആക്സിസിന് പറയുന്ന പേര് വൈ വൈ ആക്സിസ്. നമുക്കിപ്പോ ഈ രണ്ട് ആക്സിസും മതി, എക്സ് എക്സ് ആക്സിസും വൈ വൈ ആക്സിസും ഉണ്ട്. പിന്നെ ഇസഡ് ഇസഡ് ആക്സിസ് വെച്ചുള്ളത് കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം ഉണ്ട്, ഐ എക്സ് എക്സ് പ്ലസ് ഐ വൈ വൈ. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു പിന്നെ ഇത് തന്നാൽ ഈ വൈ വൈ ആക്സിസിന്റെ പിന്നെ ഇതായിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ, എക്സ് എക്സ് ആക്സിസിന് എബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ്. റെക്ടാംഗിളിന്റെ കേസിൽ പറയുന്നത്, റെക്ടാംഗിളിന്റെ കേസിൽ ഐ എക്സ് എക്സ് എന്ന് പറയുന്നത് ബി ഡി ക്യൂബ് ബൈ 12 എന്നാണ്. ഇത് ഡെറിവേഷൻ നമുക്ക് ആവശ്യമില്ല. ഇപ്പൊ നമുക്ക് ഈ എക്സ് എക്സ് വെച്ച് നമുക്ക് എന്താ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഈ റെക്ടാംഗിളിന്റെ കാണുമെങ്കിൽ ബി ഇൻറ്റു ക്യൂബ് ഓഫ് ഡി, 3 പ്രാവശ്യം ഡി യെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇനി വൈ വൈ ആക്സിസ്, ഐ വൈ വൈ എന്ന് പറയുന്നത് എന്തായിരിക്കും എന്നറിയാം? എബൌട്ട് ദി വൈ വൈ ആക്സിസ് എങ്ങനെയായിരിക്കും എന്നറിയാം? ഒന്ന് ഓർത്തിരിക്കാൻ, ബി ഡി ക്യൂബ് ആണ്, ഇനിയത്തേത് ഡി ബി ക്യൂബ് ബൈ 12. ഞാൻ ഈ പറയുന്നതെല്ലാം സെൻട്രോയിഡൽ ആക്സിസ് വെച്ചുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ കാണാനുള്ള ഇക്വേഷൻസ് ആണ് ഈ പറയുന്നത്. റെക്ടാംഗിളിന്റെ സെൻട്രോയിഡൽ ആക്സിസ്, അതായത് എക്സ് എക്സ് ആക്സിസ് വെച്ച് മൊമെന്റ് ഓഫ് ഇനേർഷ്യ കാണാനുള്ള ഇക്വേഷൻ ബി ഡി ക്യൂബ് ബൈ 12. ഇനി വൈ വൈ ആക്സിസ് വെച്ചുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ കാണാനുള്ള ഇക്വേഷൻ ഡി ബി ക്യൂബ് ബൈ 12.
ഇനി ഐ ഇസഡ് ഇസഡ് ഓഫ് എ റെക്ടാംഗിൾ എങ്ങനെ കണ്ടുപിടിക്കാം? തേർഡ് ആക്സിസ് ഇതെത്ര കിട്ടുന്നോ അതിന്റെ കൂടെ ഇതൂടെ ആഡ് ചെയ്താൽ ഐ ഇസഡ് ഇസഡ് നമുക്ക് കിട്ടും. മനസ്സിലായല്ലോ? അപ്പൊ ഈ ഇക്വേഷൻസ് ഓർത്തിരിക്കുക. ഇനി അടുത്തതെന്ന് പറയുന്നത് നമുക്ക് കോമൺ ആയിട്ടുള്ള ജോമെട്രിക്കൽ ഫിഗേഴ്സ് ആണ് നമ്മളിപ്പം കൺസിഡർ ചെയ്യുന്നത്. ഇനി നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഒരു സർക്കിള്. ഈ സർക്കിളിന് ഉള്ളതെന്ന് പറയുന്നത് ഡയമീറ്റർ ആണ് അല്ലേ? ഡയമീറ്റർ ആണ് നമുക്കുള്ളത്, അല്ലെങ്കിൽ റേഡിയസിലാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പറയുന്നത് ഇനിയും ഇതിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ നമുക്കറിയാം. ഇതിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ സെൻട്രോയിഡൽ ആക്സിസ് ഏതുവഴിയൊക്കെയാ പോകുന്നത്? സെൻട്രോയിഡൽ ആക്സിസ് എന്ന് പറയുമ്പം ഇതുവഴി പോകുന്നുണ്ട്. അതായത് ഇത് മൊത്തം ഡി ആണെങ്കിൽ d/2 ഇതെന്ന് പറയുന്നത് d/2 ആണ്, ഇതെന്ന് പറയുന്നത് d/2 ആണ്. അപ്പൊ എക്സ് ബാറും വൈ ബാറും d/2 ആണ്. എക്സ് ബാറും വൈ ബാറും ഓർമ്മയില്ലേ? എക്സ് ബാർ എന്ന് പറയുന്നത് a1 x1 + a2 അങ്ങനെ കണ്ടുപിടിക്കുന്ന സെൻട്രോയിഡൽ ഡിസ്റ്റൻസ്, എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും. എക്സ് ബാറും വൈ ബാറും നമുക്ക് സർക്കിളിന്റെ ലൊക്കേറ്റ് ചെയ്യാം. കൃത്യം അതിന്റെ സെന്ററിൽ കൂടെ ആയിരിക്കും അതിന്റെ എന്താ എക്സ് ആക്സിസും വൈ വൈ ആക്സിസും വന്നത്. ഇത് എക്സ് എക്സ് ആക്സിസ് ആൻഡ് ദിസ് ഈസ് വൈ വൈ ആക്സിസ് അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ സർക്കിളിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഒന്ന് ആലോചിച്ച് നോക്ക. ഐ എക്സ് എക്സും ഐ വൈ വൈയും ഇത് സെയിം അല്ലേ? ഐ വൈ വൈ ആൻഡ് ഐ എക്സ് എക്സ് ബോത്ത് ആർ ഈക്വൽ ആണല്ലോ. അങ്ങനെയെങ്കിൽ സർക്കിളിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി ഐ എക്സ് എക്സ് അല്ലെങ്കിൽ ഐ വൈ വൈ എന്ന് പറയുന്നത് പൈ d⁴/64 എന്നാണ്. പൈ d⁴/64. ഓക്കെ, ഇനി നോക്കിയേ, നമ്മളിപ്പോ രണ്ട് ഫിഗർ പഠിച്ചു, റെക്ടാംഗിൾ പഠിച്ചു, സർക്കിൾ പഠിച്ചു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഒരു ട്രയാംഗിൾ ആണ്. ട്രയാംഗിൾ, ഈ ട്രയാംഗിളിന്റെ ബേസ് എന്ന് പറയുന്നത് ബി എന്ന് വിചാരിക്കുക. ഓക്കെ, ഇതിന്റെ ഓൾട്ടിറ്റ്യൂഡ് ഹൈറ്റ് എന്ന് പറയുന്നത് എച്ച് ആണ്. ഇത് ബേസ്, ഇത് ഓൾട്ടിറ്റ്യൂഡ്. ഓക്കെ, അങ്ങനെയെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ സെന്റർ ഓഫ് ഗ്രാവിറ്റിയിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചതാണ്. ഇതിന്റെ സെൻട്രോയിഡ് എവിടെയാ വരുന്നത്? ഇതിന്റെ സെൻട്രോയിഡ് എന്ന് പറയുന്നത് ഇതിന്റെ മീഡിയൻസ് ഇത് ഇങ്ങനെ ഇന്റർസെക്ട് ചെയ്യുന്നതാണ്ട് ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റ് എന്ന് പറയുന്നത് ബേസിൽ നിന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയേ, ബേസിൽ നിന്ന് h/3 എന്നുള്ള ഹൈറ്റിലായിരിക്കും അല്ലേ? ബേസിൽ നിന്ന് ഇവിടെ നിന്ന് h/3 എന്നുള്ള ഹൈറ്റിലായിരിക്കും ആണല്ലോ. അപ്പൊ നമ്മുടെ സെൻട്രോയിഡൽ ആക്സിസ് പോകുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇതുവഴി പോകുന്നത് ഈ സെൻട്രോയിഡിൽ കൂടെ പോകുന്ന ഇങ്ങനെ പോകുന്ന ആക്സിസിന് എക്സ് എക്സ് ആക്സിസ് എന്ന് പറയും. ഇങ്ങനെ പോകുന്ന ആക്സിസിന് പറയുന്ന പേര് വൈ വൈ ആക്സിസ് എന്ന് പറയും. ഓക്കെ, അങ്ങനെയെങ്കിൽ ഇതിന്റെ എന്താ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഐ എക്സ് എക്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് bh⁴/36 എന്നാണ്. bh⁴/36. അപ്പൊ നമുക്കിപ്പം മൂന്ന് പ്ലെയിൻ ഫിഗേഴ്സിന്റെ കാര്യങ്ങൾ പറഞ്ഞു. ഫസ്റ്റ് വൺ ഈസ് റെക്ടാംഗിൾ. റെക്ടാംഗിളിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഐ എക്സ് എക്സ്, ദാറ്റ് ഈസ് അബൌട്ട് എക്സ് എക്സ് ആക്സിസ് ഈസ് ഈക്വൽ ടു b/d³/12. then about y y axis is equal to db³/12. okay, then circle inde pi d⁴/64. ലാസ്റ്റ് നമ്മൾ ട്രയാംഗിൾ ന്റെ കൺസിഡർ ചെയ്ത bh⁴/36. നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ടത് ഏതിന്റെ കാൽക്കുലേറ്റ് ചെയ്യാൻ വരുമ്പോഴും ആ ഇക്വേഷൻസ് എത്ര തവണ എഴുതാമോ, അതായത് നമ്മൾ ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ ഇക്വേഷൻ എഴുതുന്ന കൂടാതെ അത് 2-3 പ്രാവശ്യം ചെയ്യുമ്പോഴും നമുക്ക് സ്കിപ്പ് ചെയ്ത് പോകണ്ട, ഇക്വേഷൻ എഴുതി തന്നെ പോവുക. അപ്പൊ നമ്മുടെ മനസ്സിൽ അത് നിൽക്കും. ഓക്കെ, അപ്പൊ നോക്കിയേ, നമ്മൾ ഇത് വെച്ച് ഇനി നമ്മൾ പ്രോബ്ലം ചെയ്യാണ്. അപ്പൊ നമ്മൾ ഇനിയും ചെയ്യുമ്പം ശ്രദ്ധിക്കുക, നമുക്കൊരു പ്രോബ്ലം കയ്യിൽ കിട്ടുമ്പം ആദ്യം അതിനെ നന്നായിട്ടൊന്ന് അനലൈസ് ചെയ്യുക. ആ പ്രോബ്ലത്തെ നന്നായിട്ടൊന്ന് അനലൈസ് ചെയ്തിട്ട് ആദ്യം ചെയ്യേണ്ടത് എന്താണെന്നറിയാം? നമ്മളിപ്പം സെന്റർ ഓഫ് ഗ്രാവിറ്റി കാണാനായിട്ട് ഐ സെക്ഷൻ ഒക്കെ തന്നു ഓർക്കുന്നില്ലേ? അപ്പൊ അങ്ങനെ കിട്ടുമ്പം ഒരു പ്രോബ്ലം കയ്യിൽ കിട്ടുമ്പോൾ അതിനെ നന്നായിട്ടൊന്ന് അനലൈസ് ചെയ്തിട്ട് അതിന്റെ സെൻട്രോയിഡൽ ആക്സിസ് എതുവഴി പോകുന്നു എന്ന് കണ്ടുപിടിക്കുക. ഫസ്റ്റ് സ്റ്റെപ്പാണ് പ്രോബ്ലത്തിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അതിന്റെ സെൻട്രോയിഡൽ ആക്സിസ് എതുവഴി പോകുന്നു എന്ന് കണ്ടുപിടിക്കുന്നു. ആ സെൻട്രോയിഡൽ ആക്സിസ് എതുവഴി പോകുന്നു എന്ന് കണ്ടുപിടിച്ചാൽ പിന്നെ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോവുക. ക്വസ്റ്റ്യനകത്ത് പറയുന്നത് എബൌട്ട് ദി സെൻട്രോയിഡൽ ആക്സിസ് ആണോ കണ്ടുപിടിക്കാൻ? മനസ്സിലായോ?
ക്വസ്റ്റ്യനകത്ത് മൊമെന്റ് ഓഫ് ഇനേർഷ്യ എബൌട്ട് ദി സെൻട്രോയിഡൽ ആക്സിസ് എന്നാണോ പറയുന്നത് നോക്കുക. അങ്ങനെയെങ്കിൽ അങ്ങനെ. ഇനി അല്ലാതെ ചോദിക്കുന്ന എന്താണെന്നറിയാം, നമ്മൾ വേറൊരു ആക്സിസ്, ഈ സെൻട്രോയിഡൽ ആക്സിസ് അല്ലാതെ വേറൊരു ആക്സിസ് തരും, ആ ആക്സിസ് വെച്ച് കണ്ടുപിടിക്കാനാണോ എന്ന് നോക്കുക. ഈ 3 കാര്യങ്ങൾ മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ പ്രോബ്ലം ചെയ്യുമ്പോൾ ഈ 3 കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കാനുണ്ട്. ഫസ്റ്റ് വൺ ഈസ് ലൊക്കേറ്റ് ദി സെൻട്രോയിഡ്. സെൻട്രോയിഡ് ലൊക്കേറ്റ് ചെയ്താൽ നമുക്ക് മനസ്സിലാവും അതുവഴിയാണ് എക്സും വൈയും ആക്സിസും പാസ് ചെയ്യുന്നത് എന്നുള്ളത്. പിന്നെയാണ് നമ്മൾ നോക്കേണ്ടത് അത് വെച്ചാണോ എന്നുള്ളത്. നമുക്കൊരു ജസ്റ്റ് ഒരു പ്രോബ്ലം ചെയ്യാം, സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലം. ഒരു റെക്ടാംഗിളിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത്, ഈ റെക്ടാംഗിളിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് 120 എന്ന് പറയുന്നത് ഡെപ്തും 60 എന്ന് പറയുന്നത് വിഡ്ത്തും. ബി എന്ന് പറയുന്നത് 60, ഡി ഇത് ഈ 60 എന്ന് പറയുന്ന ബി ഈസ് ഈക്വൽ ടു 60, ഡി ഈസ് ഈക്വൽ ടു 120. ഓക്കെ, അപ്പം ഇതിന്റെ സെൻട്രോയിഡൽ ആക്സിസിൽ കൂടെ പോകുന്ന മൊമെന്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കാനായിട്ട് പറയുക. ക്വസ്റ്റ്യൻ, സെൻട്രോയിഡൽ ആക്സിസിൽ കൂടെ പോകുന്ന മൊമെന്റ് ഓഫ് ഇനേർഷ്യ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നറിയാം. അപ്പൊ സെൻട്രോയിഡൽ ആക്സിസിൽ കൂടെ പോകുന്ന മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് യു ലൊക്കേറ്റ് ദി പൊസിഷൻ ഓഫ് സെൻട്രോയിഡ്. അപ്പൊ നമുക്കറിയാം ഈ 120ന്റെ കൃത്യം സെന്ററിൽ കൂടാണ് ഒരു ആക്സിസ് പാസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ആ ആക്സിസിന്റെ പേരാണ് എക്സ് എക്സ് ആക്സിസ്. ഇനി കൃത്യം ഈ 60ന്റെ നടുക്കൂടാണ്, അതായത് ഈ പോകുന്ന ആക്സിസിന് പറയുന്ന പേര് വൈ വൈ ആക്സിസ്. ഓക്കെ, ഇങ്ങനെയെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എക്സ് എക്സ് ആക്സിസും വൈ വൈ ആക്സിസും കൂടെ ഉള്ള അതിനനുസരിച്ചുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ. അപ്പം ഒന്നാമത്തെ നമ്മൾ ചെയ്യാൻ പോവാണ്. മൊമെന്റ് ഓഫ് ഇനേർഷ്യക്ക് ഞാൻ ഇനി MI എന്ന് എഴുതുന്നുള്ളൂ. മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദി റെക്ടാംഗിൾ, അല്ലേ, റെക്ടാംഗിൾ about xx axis is equal to, we have the equation xx axis വെച്ച് മൊമെന്റ് ഓഫ് ഇനേർഷ്യ കാണാനുള്ള ഇക്വേഷൻ എന്താ, b d cube by 12. എഴുതിക്കോ, എഴുതിയെങ്കിലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. b d cube by 12. b യുടെ വാല്യൂ എന്താണ്, 60. 60 into d is 120. 120 cube by 12. ഓക്കെ, ഇനി രണ്ടാമത് കണ്ടുപിടിക്കാനുള്ളത് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദി റെക്ടാംഗിൾ എബൌട്ട് വൈ ആക്സിസ്. ഇത് നോക്കിയേ, ആക്സിസ് എന്നാണ് ക്വസ്റ്റ്യനകത്ത് ചോദിച്ചിരിക്കുന്നത്. ആക്സിസ് എന്നായിരിക്കും, കാരണം 3 ആക്സിസിന്റെയും കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമുക്ക് എബൌട്ട് വൈ ആക്സിസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇക്വേഷൻ ഉണ്ട്. ഇതല്ല ഇക്വേഷൻ, ഡി ബി ക്യൂബ് ബൈ 12. ദാറ്റ് ഈസ് ഡി എത്രയാണ്, 120. 120 ഇൻറ്റു ബി ക്യൂബ് 60 ക്യൂബ് ബൈ 12. ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വാല്യൂ 864. IXX is equal to 864 into 10 raised to 6 millimeter raised to 4 എന്നാണ് കിട്ടുന്നത് വാല്യൂ. ഈ വാല്യൂ കൺസിഡർ ചെയ്യുമ്പം കിട്ടുന്നത് 864 into 10 raised to 6 millimeter raised to 4 എന്ന്. നമുക്ക് ഒരു കാര്യം ചെയ്യാം, millimeter raised to 4 എന്നാണ് മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ യൂണിറ്റ്. എന്ന് വെച്ചാൽ ഏരിയ എന്ന് പറയുന്നത് തന്നെ മില്ലിമീറ്റർ സ്ക്വയർ ആണ്. ഏരിയ ഇൻറ്റു സ്ക്വയർ ഓഫ് ദി ഡിസ്റ്റൻസ് എന്നാണ് പറയുന്നത്. അപ്പൊ അവിടെയും വീണ്ടും ഒരു 2 ഡിസ്റ്റൻസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ടോട്ടൽ മില്ലിമീറ്റർ റേസ്റ്റ് 4 ആണ് മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ യൂണിറ്റ്. പക്ഷെ നമ്മളിപ്പം നമുക്കെല്ലാം ഒരു കോമൺ ആയിട്ട് നമുക്ക് ഒരുപാട് ഡിജിറ്റ്സ് ആണ് ഇതിന്റെ ആൻസർ വരുന്നത്, ഒത്തിരി ഡിജിറ്റ്സ് വരും. അപ്പൊ അതുകൊണ്ട് കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കാൻ നമുക്ക് ഇൻറ്റു 10 raised to 4 എന്നുള്ള ടൈമിലേക്ക് നമുക്ക് എപ്പോഴും എഴുതാൻ പറ്റും. അപ്പൊ നമുക്ക് ഇതിന്റെ ആൻസർ വരുന്നത് ഇൻറ്റു 10 raised to 4 millimeter raised to 4 എന്ന് വരും. 8640 ഇൻറ്റു 10 raised to 4 നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. ദെൻ ഈ ഡി ബി ക്യൂ ബൈ 12 എന്നുള്ളത് 2160 ഇൻറ്റു 10 raised to 4 millimeter raised to 4 എന്ന് വരും. ഓക്കെ, അപ്പൊ നോക്കിയേ, കാൽക്കുലേറ്റ് ചെയ്താൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് എന്തെങ്കിലും ഡെസിമലിന്റെ വ്യത്യാസം വരുമായിരിക്കും, സാരമില്ല.
അപ്പൊ നോക്കിയേ ഈ ഇക്വേഷൻ നോക്കിയേ 60 ഇതൊരു വാല്യൂ കിട്ടി, ദെൻ നമുക്ക് വേറൊരു വാല്യൂ കിട്ടി ഐ ഇസഡ് ഇസഡ്. ഇനി നമുക്ക് എന്താ വേണ്ടേ? ആക്സസ് എന്ന് പറഞ്ഞപ്പം ഐ ഇസഡ് ഇസഡ് കൂടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം വെച്ച് നമ്മൾ എന്താ വേണ്ടേ? പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം വെച്ച് ഐ എക്സ് എക്സ് പ്ലസ് ഐ വൈ വൈ ആണ് ഐ ഇസഡ് ഇസഡ് എന്ന് പറയുന്നത്. അപ്പൊ ഐ എക്സ് എക്സ് എന്ന് പറയുന്നത് ഇതാണ്, ഐ എക്സ് എക്സ് പ്ലസ് ഐ വൈ വൈ. ഈ വാല്യൂസ് തമ്മിൽ ആഡ് ചെയ്യുക, ഇതും ഇതും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? മൂന്നാമത്തെ ആക്സിസിനുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ നമുക്ക് കിട്ടും. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ അനുസരിച്ച് സെൻട്രോയിഡൽ ആക്സിസ് എക്സ് എക്സ് ആക്സിസ്, വൈ വൈ ആക്സിസ്, ഇസഡ് ഇസഡ് ആക്സിസ് എന്നുള്ള വാല്യൂ നമുക്ക് കിട്ടും. അപ്പൊ ഇസഡ് ഇസഡ് ആക്സിസ് വെച്ചുള്ള വാല്യൂ 10.80 into 10 raised to 4 millimeter raised to 4. ഇത്രയുമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് ദി സെൻട്രോയിഡൽ ആക്സിസ്. ഇനി നമുക്കൊരു കാര്യം കൂടെ ഉണ്ട്, ഇതിന്റെ റേഡിയസ് ഓഫ് ഗൈറേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. റേഡിയസ് ഓഫ് ഗൈറേഷൻ അതായത് ഒരു മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് തന്നെ എമൗണ്ട് ഓഫ് ടേണിംഗ് എഫക്റ്റ് ആണ്. എത്രമാത്രം അതിനെ വെറുതെ ഇനേർഷ്യയുടെ ആ ഒരു പ്രത്യേകതയിൽ ഇരുന്നതിനെ തിരിക്കാൻ വേണ്ട എമൗണ്ട് ഉദ്ദേശിക്കുന്നത് മെഷറാണ്, അത്രയും വേണ്ടിയത്. അപ്പൊ ഏറ്റവും ചെറിയ റേഡിയസിൽ എത്ര തിരിയുന്നു ആ റേഡിയസിനാണ് എന്ത് പറയുന്നത്? റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് പറയുന്നത്. റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് പറയുന്നത് കെ എന്നുള്ള വാല്യൂ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതെല്ലാം എടുത്തതാണ്. അതുകൊണ്ട് കെ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഐ ബൈ എ എന്നാണ് ഇക്വേഷൻ. റേഡിയസ് ഓഫ് ഗൈറേഷൻ, റേഡിയസ് ഓഫ് ഗൈറേഷൻ. ഓക്കെ, ഈ റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് പറയുന്നത് അതിന്റെ കൂട്ടത്തിൽ ഒരു വാക്കുണ്ട്, ലീസ്റ്റ് റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് പറയും. ലീസ്റ്റ്. അപ്പൊ ക്വസ്റ്റ്യനകത്ത് ചോദിച്ചിരിക്കുന്നത് മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് ദി സെൻട്രോയിഡൽ ആക്സിസ് ആൻഡ് ഓൾസോ ഫൈൻഡ് ദി ലീസ്റ്റ് റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം ഈ 3 വാല്യൂസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ലീസ്റ്റ് റേഡിയസ് ഓഫ് ഏറ്റവും കുറഞ്ഞ റേഡിയസ് തിരിയാനായിട്ട് എടുക്കുന്ന ഏറ്റവും കുറഞ്ഞ റേഡിയസ് എത്രയാണെന്ന് ചോദിച്ചാൽ അതിന് ഏറ്റവും കുറഞ്ഞ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഐ മിനിമം ആണ് എടുക്കേണ്ടത്. ഐ മിനിമം ബൈ എ, റൂട്ട് ഓഫ് ഐ മിനിമം ബൈ എ. ഇതിൽ ഏറ്റവും കുറഞ്ഞ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഏതാ കിട്ടിയത്? ഐ എക്സ് എക്സ് ആണോ, ഐ വൈ വൈ ആണോ, ഐ ഇസഡ് ഇസഡ് ആണോ? നോക്കിയേ, ഏറ്റവും കുറഞ്ഞ വാല്യൂ ഏതാണെന്ന് നോക്കുക. ഏതാണെന്ന് നോക്കിയിട്ട് ആ വാല്യൂ ഇപ്പം ഐ ഇസഡ് ഇസഡ് ഇതിന്റെ വാല്യൂ ഒന്നുകൂടെ ഗുണിച്ചു നോക്കിക്കോണം. എനിക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂ ഇതാണ്, ഏറ്റവും കുറഞ്ഞ വാല്യൂ കിട്ടിയിരിക്കുന്നത്. ഐ വൈ വൈ ആണ് ഏറ്റവും കുറഞ്ഞ വാല്യൂ. കറക്റ്റ്, ഐ വൈ വൈ ആണ് ഏറ്റവും കുറഞ്ഞ വാല്യൂ ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ആ ഐ വൈ വൈ എന്നുള്ള വാല്യൂ വേണം ഇവിടെ എടുക്കാൻ. ഐ വൈ വൈ ബൈ ഏരിയ. ഏരിയ എന്ന് പറയുന്നത് 60 into 120 is equal to ഒരു റീഡിംഗ് നമുക്ക് കിട്ടും, ദാറ്റ് ഈസ് 17.32 നമുക്ക് കിട്ടും. അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മില്ലിമീറ്റർ ആണ്. റേഡിയസ് നമ്മളിപ്പോ ഇവിടെ എല്ലാം തന്നിരിക്കുന്നത് 60 mm 120 mm എന്നാ തന്നിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ലീസ്റ്റ് റേഡിയസ് ഓഫ് ഗൈറേഷൻ, അതായത് നമ്മളിപ്പോ 3 വാല്യൂസ് കണ്ടുപിടിച്ചു. ഐ എക്സ് എസ് കണ്ടുപിടിച്ചു, ഐ വൈ വൈ കണ്ടുപിടിച്ചു, ഐ ഇസഡ് ഇസഡ് കണ്ടുപിടിച്ചു. ദെൻ നമ്മൾ ലീസ്റ്റ് റേഡിയസ് ഓഫ് ഗൈറേഷൻ കണ്ടുപിടിച്ചു. ദാറ്റ് ഈസ് ഇതിനകത്ത് ഈ 3ലെ ഏറ്റവും ചെറിയ വാല്യൂ ആണ് ഇവിടെ എടുക്കുന്നത്. റൂട്ട് ഓഫ് ഐ ബൈ എ എന്നുള്ളതിനകത്ത് ആ ഐയുടെ വാല്യൂ എടുക്കുന്ന ഏറ്റവും ചെറിയ വാല്യൂ. അപ്പൊ നമുക്കിവിടെ എനിക്ക് കിട്ടിയിരിക്കുന്ന ഐ വൈ വൈ ആണ്. നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. എന്നിട്ട് ഡിവൈഡഡ് ബൈ എ എന്ന് പറയുന്നത് എന്താണ്? ലീസ്റ്റ് റേഡിയസ് ഓഫ് ഗൈറേഷൻ. ഇനി നമുക്കൊരു സർക്കിളിനെ ഒന്ന് ചെയ്ത് നോക്കാം. സർക്കിളിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കാം. സർക്കിളിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഒരു ക്വസ്റ്റ്യനകത്ത് സർക്കിളിന്റെ റേഡിയസ് എന്ന് പറയുന്നത് റേഡിയസ് 40 mm. ഇതിന്റെ ഡയമീറ്റർ, സർക്കിളിന്റെ റേഡിയസ് ആണ് തന്നിരിക്കുന്നത്. അപ്പൊ ഡയമീറ്റർ 80 mm. ഓക്കെ, ഇതിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഐ എക്സ് എക്സും ഐ വൈ വൈയും ഈക്വൽ ആണ് അല്ലേ? കാരണം ഐ എക്സ് എക്സ് എന്ന് പറയുന്നതും ഇതിന്റെ സെന്ററിൽ കൂടെ ഇങ്ങനെ പോകുന്നത് രണ്ടും ഏതെടുത്താലും ഈക്വൽ ആയിട്ട് വരും.
അത് pi d raised to 4 by 64 എന്നാണ്. ഓക്കെ, അപ്പൊ ഐ എക്സ് എക്സ് കാണാനായിട്ട് എന്ത് ചെയ്യും? ഐ എക്സ് എക്സ് ഈസ് ഈക്വൽ ടു pi d raised to 4 by 3.14 into d raised to 4 80 square 80 raised to 4 by 64. I x x pi d raised to 4 by 64. What's the value? 200 into 10 raised to 4 millimeter raised to 4 എന്ന് വരും. Okay, I y y again ഇത് തന്നെയല്ലേ അല്ലേ? 3.14 into 80 raised to 4 by 64 is equal to 200 into 10 raised to 4 millimeter raised to 4. എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്? ഐ എക്സ് എക്സും ഐ വൈ വൈയും ഈക്വൽ ആണ്. പൈ ഡി raised to 4 by 64 ആണ്. അങ്ങനെയെങ്കിൽ ഐ ഇസഡ് ഇസഡ് എത്രയാണ്? ഐ ഇസഡ് ഇസഡ് is equal to ഐ എക്സ് എക്സ് പ്ലസ് ഐ വൈ വൈ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതിനെ രണ്ടും കൂടെ കൂട്ടുന്നത് ഇതിനെ രണ്ടും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതല്ലേ? അപ്പം എത്രയാ വരുന്നത്? 400 into 10 raised to 4 millimeter raised to 4 I z z. ഇതിന്റെ ലീസ്റ്റ് റേഡിയസ് ഓഫ് ഗൈറേഷൻ കണ്ടുപിടിക്കാൻ പറയാ. ലീസ്റ്റ് റേഡിയസ് ഓഫ് ഗൈറേഷൻ റൂട്ട് ഓഫ് ഐ മിനിമം ബൈ എ. റേഡിയസ് ഓഫ് ഗൈറേഷൻ k is equal to root of I minimum by a അല്ലേ? I minimum ഇതിനകത്ത് ഇത് തന്നെയല്ലേ? ഇതിൽ രണ്ടും ഒരുപോലെ തന്നെയാ. അപ്പൊ 200 into 10 raised to 4 divided by area എന്താണ്? സർക്കിളിന്റെ ഏരിയ pi into r square root is equal to അല്ലേ? is equal to 19.95 mm. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഇപ്പം സെൻട്രോയിഡൽ ആക്സിസിൽ കൂടെയുള്ള എന്താ മൊമെന്റ് ഓഫ് ഇനേർഷ്യ സർക്കിളിന്റെയും റെക്ടാംഗിളിന്റെയും കണ്ടുപിടിക്കാൻ പറ്റി. ഇനി നമുക്ക് ഒരു ട്രയാങ്കിൾ നോക്കാം. നിങ്ങൾ ഈ ഇക്വേഷൻ പഠിച്ചതുകൊണ്ടാണ് ഞാൻ ഈ 3 പ്രോബ്ലം സിമ്പിൾ ആയിട്ടുള്ളത് പറഞ്ഞത്. ഇങ്ങനെയല്ല പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്, കോമ്പിനേഷൻ ആണ് ചോദിക്കുന്നത് ഫിഗർ. അപ്പൊ ഇപ്പൊ നമുക്കൊരു റെക്ടാംഗിൾ നോക്കാം. റെക്ടാംഗിൾ ആവുമ്പം ഇതിന് ഹൈറ്റ് ഉണ്ട് അല്ലേ? ഹൈറ്റ് ഉണ്ട്. അളവുകൾ എന്ന് പറയുന്നത് 180 എന്ന് പറയുന്ന ഇതിന്റെ ബേസ്, ഹൈറ്റ് എന്ന് പറയുന്നത് 120. ഓക്കെ, നമുക്കപ്പം എന്താ ചെയ്യാൻ പറ്റുന്നത്? നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നത് ഇതിന്റെ സെൻട്രോയിഡൽ ആക്സിസിൽ കൂടെ പോകുന്ന മൊമെന്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കണം. ഓക്കെ, സെൻട്രോയിഡൽ ആക്സിസ് എന്ന് പറയുമ്പം ആദ്യം ക്വസ്റ്റ്യൻ കിട്ടുന്ന ഉടനെ അതിന്റെ സെൻട്രോയിഡൽ ആക്സിസ് എതുവഴി പോകുന്നു എന്നുള്ളത് ആലോചിക്കുക. ട്രയാങ്കിളിന്റെ ആകുമ്പം ഇതിന്റെ 120 h/3 ഫ്രം ദ ബേസ് എന്നാണ്. ഇതെന്ന് പറയുന്നത് h/3 ആണ്. ആ h/3 എന്ന് പറയുന്നത് എന്താണ്? 120/3 ആണ് അല്ലേ? 120/3 എന്ന് പറയുന്നത് എത്രയാ? 40 അല്ലേ? അപ്പൊ ഈ ഡയമെൻഷൻ എത്രയാണ്? 40. അപ്പൊ ഇതെന്ന് പറയുന്നത് h/3, ഈ ഡയമെൻഷൻ 40. അപ്പൊ ഈ ബേസിൽ നിന്ന് 40 മാറിയാണ് അതാണ്ട് ഇങ്ങനെ ഒരു ആക്സിസ് പാസ് ചെയ്തു പോകുന്നത്. ആ ആക്സിസിന് പറയുന്ന പേരാണ് എക്സ് എക്സ് ആക്സിസ്. ഓക്കെ, ഇനിയും ഇത് ഇങ്ങനെ പാസ് ചെയ്ത് ഈ സെൻട്രോയിഡൽ ആക്സിസ് ഇവിടെ ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്ന ഇത് വൈ വൈ ആക്സിസ്. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് എന്തൊക്കെ കാണണം? ഏതൊക്കെ കാണണം? ഐ എക്സ് എക്സ് കാണണം അല്ലേ? ഐ എക്സ് എക്സ് കാണാനായിട്ട് എന്താ ചെയ്യേണ്ടിയേ? ഐ എക്സ് എക്സ് അതായത് ഈ ആക്സിസിൽ കൂടെ പോകുന്നത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? BH3/36 എന്നാണ് പറയുക. BH3/36. B എത്രയാണ്? 180 into h cube 120 cube by 36. അതായത് ഈ എക്സ് എക്സ് ആക്സിസിൽ കൂടെയുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ കാണാനുള്ള ഇക്വേഷൻ ആണ് BH3/36 that is equal to 864 into 10 raised to 4 millimeter raised to 4 എന്ന് വരും.
864 into 10 raised to 4 millimeter raised to 4. അതായത് ഈ xx ആക്സിസിൽ കൂടെയുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ. ഇനി ഈ ക്വസ്റ്റ്യനകത്ത് വേറെ രീതിയിലൂടെ ചോദിക്കുക. നമ്മളിപ്പോൾ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം വെച്ച് ഐ ഇസഡ് ഇസഡ് ഒക്കെ കണ്ടുപിടിച്ചു, ഐ എക്സ് എക്സ് പ്ലസ് ഐ വൈ വൈ. അപ്പം ഇതുപോലെ നമ്മൾ പറയുക, ഇവിടെ ഒരു ആക്സിസ് ഉണ്ടെന്ന് വിചാരിക്കുക. ദാണ്ട് ഇതുവഴി ഒരു ആക്സിസ് ഇങ്ങനെ പാസ് ചെയ്യുന്നുണ്ട്. ദാണ്ട് ഞാൻ ഈ കറപ്പിച്ച് വരച്ചേക്കുന്നത്, ദാറ്റ് ഈസ് മാർക്ക്ഡ് ആസ് എ ബി. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനില് ഒരു അഡീഷണൽ പാർട്ട് കൂടെ വരിക. ഇപ്പൊ നമ്മൾ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഫെമിലിയർ ആണ്. ഫൈൻഡ് ദി സെൻട്രൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് ദി എക്സ് എക്സ് ആക്സിസ് ആണ് ഈ കണ്ടുപിടിച്ചിരിക്കുന്നത്, bhq/36. ഓക്കെ, നമുക്ക് ഇനി ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിരിക്കുക, ഫൈൻഡ് ദ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദി ട്രയാങ്കിൾ അബൌട്ട് ദി ആക്സിസ് AB, which is parallel to the centroidal axis XX. XX ന് പാരലൽ ആയിട്ട് ഒരു ആക്സിസ് ഉണ്ട്, ദാറ്റ് ഈസ് AB. അത് പാസ് ചെയ്യുന്നത് അതിന്റെ ബേസിക് കൂടാണ്. ഈ AB വെച്ചുകൊണ്ട് അതിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന ഉടനെ നമ്മൾ പാരലൽ ആയിട്ട് ഒരു ആക്സിസ് ആണ് ഈ വരച്ചിരിക്കുന്ന AB. നമ്മൾ ആ പാരലൽ ആക്സിസ് തിയറം ഒന്ന് ആലോചിക്കുക. ഓക്കെ, ആ പാരലൽ ആക്സിസ് തിയറം വെച്ച് ചെയ്യുന്ന ഉടനെ പാരലൽ ആക്സിസ് തിയറം സ്റ്റേറ്റ് ചെയ്യുന്ന എന്താണെന്നറിയോ, IAB എന്ന് പറയുന്നത് IXXന്റെ കൂട്ടത്തില് AH² എന്നൊരു ടേം കൂടെ ആഡ് ചെയ്യുന്നതാണ്. IXX പ്ലസ് AH². നിങ്ങൾ ഡെറിവേഷൻ നോക്കിയാൽ അറിയാം. ഇക്വേഷൻ IAB പാരലൽ ആക്സിസ് തിയറം പറയുന്നത് ഒരു എക്സ് എക്സ് ആക്സിസിന് പാരലൽ ആയിട്ട് AB എന്ന് പറയുന്ന ഒരു ലൈൻ ഉണ്ട്. അത് വേണമെങ്കിൽ ഇങ്ങ് താഴെ വേണമെങ്കിൽ വരാം. ഇതിപ്പോ വന്നിരിക്കുന്നത് ഈ ബേസിക് കൂടാണ്. അങ്ങനെയെങ്കിൽ ആ ആക്സിസിൽ വരുന്ന മൊമെന്റ് ഓഫ് ഇനേർഷ്യ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് IXX അറിയാം. IXX എത്രയാണ്? 864 into 10 raised to 4 millimeter raised to 4. നിങ്ങൾക്ക് വലിയൊരു വാല്യൂ ആണ് കിട്ടുന്നത്. എങ്ങനെയാണ് കിട്ടുന്നത്? 864 1 2 3 4 എന്നായിരിക്കും കിട്ടുന്നത്. അല്ലെങ്കിൽ 864 3 2 3 2 എന്ന് വല്ലതായിരിക്കും കിട്ടുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഡെസിമൽ പോയിന്റിന്റെ ഇപ്പുറത്തുള്ള 1 2 3 4 എണ്ണം വിട്ടിട്ട് ബാക്കിയുള്ളിടത്ത് ഒരു ഡെസിമൽ ഇട്ട് ഇൻറ്റു 10 raised to 4 എന്നങ്ങ് എഴുതുക, എല്ലാം കോമൺ ആയിട്ട്. അപ്പൊ നിങ്ങൾക്ക് തെറ്റത്തില്ല. എല്ലാം ഇൻറ്റു 10 raised to 4 millimeter raised to 4 എന്ന് വരും. അപ്പൊ 10 raised to 4 millimeter raised to 4 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആ കൺഫ്യൂഷൻ ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങൾ ആ യൂണിറ്റ് വരെയും ശരിയാക്കും. അപ്പൊ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കുക. എല്ലായിടത്തും ഇൻറ്റു 10 raised to 4 എന്ന് ഓർത്തിരിക്കുക. പ്ലസ് ഇത് IXX ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചു. ഇനി AH² എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏരിയ, ഈ ട്രയാങ്കിളിന്റെ ഏരിയ എങ്ങനെയാണ്? ഹാഫ് BH അല്ലേ? ഹാഫ് ഇൻറ്റു base into altitude is equal to half into, here the base is 180, h is 120. okay, appo half into base into altitude. ഇത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്, ഏരിയ അല്ലേ? ഇനി നമുക്ക് അൺനോൺ ആയിട്ടുള്ള ഒരു ഫാക്ടർ h ആണ്. ആ h എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാവോ? ഏത് ഫിഗറിന്റെ ആയാലും h എന്ന് പറയുന്ന ടൈം, പാരലൽ ആക്സിസ് തിയറം വെച്ച് h എന്ന് പറയുന്ന ടൈം ആ ഫിഗറിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റിയിൽ നിന്ന് നമ്മൾ ഏത് ആക്സിസിലേക്കാണോ കണ്ടുപിടിക്കുന്നത് അതിലേക്കുള്ള ദൂരം. ഓക്കെ, അതായത് ഏത് ഫിഗറിന്റെ ആണോ സെന്റർ ഓഫ് ഗ്രാവിറ്റി നമുക്ക് അറിയാവുന്നത്, അതിന്റെ ഡിസ്റ്റൻസ് അറിയാവുന്നത്, അല്ലെങ്കിൽ സെന്റർ ഓഫ് ഗ്രാവിറ്റി എവിടെയാണെന്ന് പോയിന്റ് ഔട്ട് ചെയ്യാൻ പറയുന്നത്, ആ പോയിന്റ് ഔട്ട് ചെയ്ത സെന്റർ ഓഫ് ഗ്രാവിറ്റിയിൽ നിന്ന് നമ്മുടെ പാരലൽ ആയിട്ടുള്ള എടുക്കുന്ന ഏത് ആക്സിസ് ആണോ അതിലേക്കുള്ള ദൂരമാണ് h എന്ന് പറയുന്നത്. അപ്പൊ നോക്കി ഇവിടെ ശ്രദ്ധിച്ചേ, ഈ ട്രയാങ്കിളിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി ദേ ഇവിടെയാണ്, നമുക്കറിയാം 40 mm ഫ്രം ദി ബേസ്. അപ്പൊ ബേസിൽ തന്നെയാണ് ഈ AB. അപ്പൊ ഈ ഡിസ്റ്റൻസ് ആണ് h എന്ന് പറയുന്നത്, ഈ ഡിസ്റ്റൻസ് ആണ് h എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എങ്ങനെ വരുന്നേ? ഇൻറ്റു 40 സ്ക്വയർ. ഓക്കെ, അപ്പൊ എത്രയാ ഉത്തരം വരുന്നത്? 2592 into 10 raised to 4 millimeter raised to 4 എന്ന് വരും ആൻസർ. ഓക്കെ,
നമ്മളിപ്പോൾ ഇത്രയും പറഞ്ഞത് എന്താണെന്നറിയാം, ഒരു റെക്ടാംഗിളിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് ഈച്ച് സെൻട്രോയിഡൽ ആക്സിസ് IXX കണ്ടുപിടിച്ചു, IYY കണ്ടുപിടിച്ചു, IZZ കണ്ടുപിടിച്ചു. അതിന്റെ ലീസ്റ്റ് വാല്യൂ എടുത്തിട്ട് എന്താ ചെയ്തേ, ലീസ്റ്റ് റേഡിയസ് ഓഫ് ഗൈറേഷൻ റൂട്ട് ഓഫ് I/A കണ്ടുപിടിച്ചു. സർക്കിളിന്റെ അതുപോലെ കണ്ടുപിടിച്ചു, IXX, IYY, IZ എല്ലാം കണ്ടുപിടിച്ചു. ഇപ്പൊ നമുക്ക് ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് ദി സെന്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ദി ഗിവൺ ട്രയാങ്കിൾ about the centroidal axis XX and also find the moment of inertia about the axis AB parallel to the centroidal axis XX എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ പാരലൽ ആക്സിസ് ആയിട്ട് കണ്ടുപിടിക്കുമ്പോൾ പാരലൽ ആക്സിസ് തിയറി ഓർക്കുക, IXX plus AH സ്ക്വയർ എന്ന് ഓർക്കുക. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ H എന്ന് പറയുന്ന വാല്യൂ മാത്രമേ ഉള്ളൂ നമുക്ക് ഇവിടെ അറിയാൻ വയ്യാത്തത്. ആ എച്ചിന്റെ വാല്യൂ കിട്ടണമെങ്കിൽ ഒന്ന് ഓർക്കുക, ഏത് പ്ലെയിൻ ഫിഗർ ആണെങ്കിലും അതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി ഓക്കെ അവിടെ നിന്ന് ഏത് ആക്സിസിലേക്കുള്ള ദൂരമാണ് അതിന്റെ സ്ക്വയർ ഓർക്കുക. അപ്പൊ നമുക്കിനി വേറൊരു പ്രോബ്ലം ചെയ്യാം. ഒരു ഐ സെക്ഷൻ നമുക്ക് ചെയ്ത് നോക്കാം. ഒരു ഐ സെക്ഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇച്ചിരി കൂടെ ക്ലിയർ ആവും. നല്ല ഇൻട്രസ്റ്റിംഗ് ആണ് ഈ പ്രോബ്ലംസ് എല്ലാം. ഐ സെക്ഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഏത് പ്രോബ്ലം ചെയ്യുമ്പോഴും കിട്ടുമ്പോഴും നിങ്ങൾ ആലോചിക്കുക അതിന്റെ സെൻട്രോയിഡൽ ആക്സിസ് ഏതുവഴി പോകുന്നു എന്ന് ആലോചിക്കുക. കറക്റ്റായിട്ട് കിട്ടിയില്ല, സെൻട്രോയിഡൽ ആക്സിസ് കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം അറിയാം, സെന്റർ ഓഫ് ഗ്രാവിറ്റി ഓർക്കുക, പൊസിഷൻ ഓഫ് സെൻട്രോയിഡ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ നോക്കിയേ, ഒരു ഐ സെക്ഷന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി നമ്മൾ കാണാൻ മൊമെന്റ് ഓഫ് ഇനേർഷ്യ നമ്മൾ കാണാൻ പോവാണ്. ഒരു ഐ സെക്ഷന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കാണാൻ പോവാണ്. ഇവിടെ ശ്രദ്ധിച്ചേ, ഈ ഐ സെക്ഷന്റെ അളവ് ഇത് 60, ഇത് 20, then this value is 80, this is also 20 എല്ലാം ആയല്ലോ. this value is 20. ഒരു ഐ സെക്ഷൻ കിട്ടുമ്പോൾ നമുക്ക് ഇങ്ങനെ ഫിഗർ ആയിട്ട് ക്വസ്റ്റ്യൻ കിട്ടണമെന്നില്ല. കാരണം ഈ ഐ സെക്ഷന്റെ ഈ പോർഷൻ പറയുന്ന പേര് ഫ്ലാഞ്ച് എന്നാണ്. ഇങ്ങനെ ഇരിക്കുക ഐ സെക്ഷന്റെ താഴെ ഉണ്ട് ഒരു ഇത്. ഈ പാർട്ടിന് പറയുന്നത് ഫ്ലാഞ്ച് എന്നും ഈ പറയുന്നതിന് പേര് വെബ് എന്നും താഴെ വീണ്ടും ഇങ്ങനെയുള്ള ഇതിനെ ഫ്ലാഞ്ച് എന്നും പറയുക. മനസ്സിലായോ? അപ്പം ഈ ഫ്ലാഞ്ചിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നതാണ്. വിഡ്ത്ത് ഓഫ് ഫ്ലാഞ്ച് എന്ന് ക്വസ്റ്റ്യനകത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് 60 ആണ്. ഡെപ്ത് ഓഫ് ഫ്ലാഞ്ച് എന്ന് പറയുന്നത് 20 ആണ്. ഓക്കെ, ഓവറോൾ ഡെപ്ത് ഐ സെക്ഷന്റെ ഓവറോൾ ഡെപ്ത് എന്ന് പറയുന്നത് എന്താണെന്നറിയാം, 20 + 80 + 20 ആണ് ഓവറോൾ ഡെപ്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതെന്ന് പറയുന്നത് വെബ് ആണ്. ഇതിന്റെ പേര് വെബ്, ഇതിന്റെ പേര് ഫ്ലാഞ്ച്. ഓക്കെ, ഈ വെബിന്റെ തിക്നെസ് ആണ് 20. ഈ 80 എന്താണെന്ന് അറിയാവോ, വെബിന്റെ ഡെപ്ത് ആണ്. വെബിന്റെ ഡയമെൻഷൻ മാത്രം വരുമ്പോൾ 80/20 എന്ന് വരും. ഫ്ലാഞ്ചിന്റെ തിക്നെസ് എന്ന് പറയുന്നത് 20 ആണ്. ഫ്ലാഞ്ചിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 60 ആണ്. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യനകത്ത് ചോദിച്ചാൽ ഐ സെക്ഷൻ ഫ്ലാഞ്ച് വിഡ്ത്ത് 60, അപ്പൊ ഉടനെ ഇത് മാർക്ക് ചെയ്യുക. ഫ്ലാഞ്ചിന്റെ തിക്നെസ് 20 അത് മാർക്ക് ചെയ്തു. വെബിന്റെ തിക്നെസ് 20. ഓക്കെ, വെബിന്റെ ഡെപ്ത് എന്ന് പറയുന്നത് 80. ഓക്കെ, മനസ്സിലാവുന്നുണ്ടല്ലോ? അങ്ങനെയെങ്കിൽ ഇതിന്റെ സെൻട്രോയിഡൽ ആക്സിസിൽ കൂടെയുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ കാണണം. അതായത് IXX കണ്ടുപിടിക്കണം, IYY കണ്ടുപിടിക്കണം, then IZZ കണ്ടുപിടിക്കുക. ഓട്ടോമാറ്റിക്കായിട്ട് IXX IYY ഉണ്ടെങ്കിൽ അത് രണ്ടും കൂട്ടുന്നതാണ് IZZ. അപ്പൊ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക? നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടി. അപ്പൊ നിങ്ങൾ ആ ഫിഗറിനെ നന്നായിട്ടൊന്ന് അനലൈസ് ചെയ്യുക. അതിന്റെ സെൻട്രോയിഡ് എവിടെ വരും ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇതിനെ ഇങ്ങനെ കട്ട് ചെയ്താൽ 2 ഈക്വൽ പാർട്ട് ഉണ്ട്. അളവുകളല്ലേ, ഇത് 60 ആണ്, ഇത് 60 ആണ്. ഇതിന്റെ എല്ലാം തിക്നെസ് സെയിം ആണ് അല്ലേ? അപ്പൊ കൃത്യം നടുക്കൂടെ ഇങ്ങനെ കട്ട് ചെയ്ത് പോവുകയാണെങ്കിൽ 2 ഈക്വൽ ഹാഫ് കിട്ടും.
That means the figure is symmetrical about y axis. Okay? ഇനി നോക്കിയേ, ഇതിന്റെ കൃത്യം നടുക്കൂടെ ഇങ്ങനെ ഒരു ലൈൻ പാസ് ചെയ്ത് പോവാണെന്നുണ്ടെങ്കിൽ, കട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ രണ്ട് ഈക്വൽ ഹാഫ് കിട്ടും അല്ലേ? നമ്മൾ സെന്റർ ഓഫ് ഗ്രാവിറ്റി പഠിച്ചതാണ്. അപ്പൊ നമ്മൾ ആദ്യം നമ്മുടെ ഉദ്ദേശം അതിന്റെ സെൻട്രോയിഡ് കണ്ടുപിടിക്കാനാണ്. ഇനി നിങ്ങൾക്ക് ഇത് അറിയത്തില്ല എങ്കിൽ നിങ്ങൾ സെന്റർ ഓഫ് ഗ്രാവിറ്റി കണ്ടുപിടിക്കുക, എക്സ് ബാറും വൈ ബാറും കണ്ടുപിടിക്കുക. എക്സ് ബാർ കാണാനുള്ള ഇക്വേഷൻ A1 മൂന്ന് ഫിഗർ ഉണ്ട്. ഇതൊന്ന്, ഇത് രണ്ട്, ഇത് മൂന്ന്. A1 x1 plus A2 x2 plus A3 x3 by A1 plus A2 plus A3 സെന്റർ ഓഫ് ഗ്രാവിറ്റിയില്. അപ്പൊ നമുക്ക് എക്സ് ബാർ കിട്ടും. Then y bar is equal to A1 y1 plus A2 y2 plus A3 y3 by A1 plus A2 plus A3. Okay? ഇത് രണ്ടും ചെയ്യുമ്പം A1 എന്ന് പറയുന്നത് 60 into 20. ഇനി പറയേണ്ട കാര്യമില്ല, സെന്റർ ഓഫ് ഗ്രാവിറ്റി കണ്ടുപിടിക്കാനുള്ള എല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നോക്കി, ഇതൊന്നും ഇല്ല എങ്കിൽ കൂടി നമുക്കറിയാം ഇങ്ങനെ ഒരു ഫിഗർ എടുത്താലും ഇങ്ങനെ എടുത്താലും രണ്ട് ഈക്വൽ ഹാഫ് നമുക്ക് കിട്ടുന്നുണ്ട്. അതിന്റെ അർത്ഥം എക്സ് ബാർ എന്ന് പറയുന്നത് ഈ ഇക്വേഷനിൽ ഒന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തില്ലെങ്കിൽ പോലും എക്സ് ബാർ എന്ന് പറയുന്നത് മൊത്തം 60 ആണെങ്കിൽ എക്സ് ബാർ എന്ന് പറയുന്നത് 30 ആയിരിക്കും. 30 mm ആയിരിക്കും എക്സ് ബാർ എന്ന് പറയുന്നത്. വൈ ബാർ എന്ന് പറയുന്നത് മൊത്തം ഇവിടുന്ന് 80 120 ആണെങ്കിൽ കൃത്യം 60 ആയിരിക്കും വൈ ബാർ എന്ന് പറയുന്നത്. അത് നമ്മുടെ കോമൺ സെൻസ് അല്ലേ? നമ്മുടെ ഫിഗർ നോക്കി ഒറ്റയടിക്ക് തന്നെ നമ്മുടെ സെൻട്രോയിഡൽ ആക്സിസ് ഇതുവഴി പോകുന്നു എന്ന് നമ്മൾ കണ്ടുപിടിച്ചു വെച്ചു. നമ്മുടെ സെൻട്രോയിഡൽ ആക്സിസ് കൃത്യം 60 കൂടെ പോകുന്നത് ഇവിടുന്ന് ഇവിടെ വരെയുള്ള ദൂരം എന്ന് പറയുന്നത് 30 ആണ്. ഓക്കെ, ഇനി നമുക്ക് ആദ്യം ഞാൻ പറഞ്ഞു ഏത് പ്രോബ്ലം കിട്ടിയാലും ആദ്യം സെൻട്രോയിഡ് ലൊക്കേറ്റ് ചെയ്തു. സെൻട്രോയിഡ് ദാണ്ട് ഇതാണ്. സെൻട്രോയിഡിൽ കൂടെ പാസ് ചെയ്യുന്ന ആക്സിസ് സെൻട്രോയിഡൽ ആക്സിസ് IXX ദാണ്ട് പോയി, IYY ദാണ്ട് പോയി അല്ലേ? അപ്പൊ നോക്കിയേ, ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മൊമെന്റ് ഓഫ് ഇനേർഷ്യ. മൊമെന്റ് ഓഫ് ഇനേർഷ്യ നോക്ക, മൂന്ന് ഫിഗർ ചേരുന്നതാണ്. നമ്മളിപ്പോ ഒരു റെക്ടാംഗിളിന്റെ പറഞ്ഞ BD3/12 DB3/12 എന്നൊക്കെ പറഞ്ഞായിരുന്നു. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്കിപ്പോ 3 റെക്ടാംഗിൾ വരുന്നുണ്ട്. അപ്പം മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഫസ്റ്റ് വൺ, സെക്കൻഡ് വൺ, തേർഡ് വൺ, 3 മൊമെന്റ് ഓഫ് ഇനേർഷ്യ കിട്ടും അല്ലേ? ആ 3 മൊമെന്റ് ഓഫ് ഇനേർഷ്യയും കൂടെ ആഡ് ചെയ്യുന്നതാണ് എന്ത്? മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് ദി. ഇപ്പൊ XX ആക്സിസ് ഉണ്ടെങ്കിൽ ഈ റെക്ടാംഗിളിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് XX ആക്സിസ്, ഈ റെക്ടാംഗിളിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് XX ആക്സിസ്, ഈ റെക്ടാംഗിളിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് XX ആക്സിസ്. അത് മൂന്നൂടെ കൂട്ടുന്നതായിരിക്കും എന്ത്? ടോട്ടൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദി ഹോൾ I സെക്ഷൻ അബൌട്ട് XX ആക്സിസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം, IXX കാണാനായിട്ടാണ് ഞാൻ ഇവിടെ എഴുതുന്നത്. ഇവിടെ ഞാൻ IYYയും കാണാനായിട്ട് ഞാൻ എഴുതുന്നു. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുക. IXX കാണാനായിട്ടുള്ള ഇക്വേഷൻ നമുക്കറിയാം, B into D³/12. ഓക്കെ, ഇവിടെയാണ് നമ്മൾ ചിലപ്പം പാരലൽ ആക്സിസ് തിയറം വേണ്ടി വരും, പറഞ്ഞുതരാം. ആദ്യം ശ്രദ്ധിക്കുക, ഫസ്റ്റ് ഫിഗറിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ MI ഓഫ് ഫസ്റ്റ് ഫിഗർ അബൌട്ട് XX ആക്സിസ്. ഓക്കെ, അബൌട്ട് XX ആക്സിസ് ഇതുവഴി പോകുന്നു എന്ന് ആലോചിക്കണം. നമ്മളിപ്പം ഇതിന്റെ മാത്രം കുറച്ചു മുമ്പ് നമ്മളൊരു റെക്ടാംഗിൾ എടുത്തപ്പം നമ്മൾ ഇങ്ങനെ പോകുന്ന മൊമെന്റ് ഓഫ് ഇനേർഷ്യ എടുത്തത്. അതായത് ആ റെക്ടാംഗിളിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി കൂടെ പോകുന്ന ആക്സിസിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എടുത്തത് BD3/12. ഇപ്പൊ ഇവിടെ ശ്രദ്ധിച്ചേ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒന്നൊന്ന് ആലോചിച്ചേ. ഈ റെക്ടാംഗിൾ ഇത് ഇങ്ങനെ ഇരിക്കുക, അതായത് 60 20 എന്നുള്ള റെക്ടാംഗിൾ ഇവിടെ ഇരിക്കുക. സെൻട്രോയിഡൽ ആക്സിസ് എതുവഴിയാ പോകുന്നേ? ഇതിനകത്തൂടെ വല്ലതും പോകുന്നുണ്ടോ ഈ സെൻട്രോയിഡൽ ആക്സിസ്? സെൻട്രോയിഡൽ ആക്സിസ് എതുവഴിയാ പോകുന്നത്? അതാണ്ട് ഈ താഴെ കൂടെ ഇതാണ്ട് ഇങ്ങനെയാ പോകുന്നത്, ഇതാണ്ട് ഇങ്ങനെ. ഓക്കെ, അതാണ് XX ആക്സിസ്. ഞാൻ ആ ഫിഗറിനെ ഈ ഫിഗറിനെ മാത്രം എടുത്തത് അതാണ്ട് ഈ ആക്സിസൂടെ വെച്ച്. എത്ര പൊക്കത്തിലാതിരിക്കുന്നേ? ഈ XX ആക്സിസിന് എത്ര പൊക്കത്തിലാതിരിക്കുന്നേ?
അതായത് നോക്ക്, ഇവിടുന്ന് ഇവിടെ വരെ 80 ആണെങ്കിൽ ഈ ബേസ് ഇവിടുന്ന് ഇവിടെ വരെ 40 ആണ് അല്ലേ? നോക്ക്, ഇത് മൊത്തം ഇവിടുന്ന് ഇവിടെ വരെ 80 ആണ്. അങ്ങനെയെങ്കിൽ ഇവിടുന്ന് ഇവിടെ വരെ 40 അല്ലേ? കണ്ട്, ഇത് 40 അല്ലേ? നിങ്ങൾ ഇത് കണ്ടിട്ട് എന്ത് തോന്നുന്നു? ഏത് തിയറം സ്റ്റേറ്റ് ചെയ്യാനാണ് നമുക്കപ്പോ ഒരു ഇത് വരുന്നേ? പാരലൽ ആക്സിസ് തിയറം. അതായത് ഇതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി കൂടെ പോകുന്നതല്ല നമുക്ക് വേണ്ടിയത്, അല്ല നമുക്ക് കിട്ടുന്നത്. നമുക്ക് വേണ്ടിയത് ഇതിന് പാരലൽ, ഇതിന്റെ സെൻട്രോയിഡൽ ആക്സിസിന് പാരലൽ ആയിട്ട് ഒരു ആക്സിസ് ഉണ്ട്. ആ ആക്സിസ് ഇത് ഹോൾ ഫിഗറിന്റെ എക്സ് എക്സ് ആക്സിസ് ആ. പക്ഷെ ഇതിനെ കൺസിഡർ ചെയ്യുമ്പോൾ ഇത് വേറെ ഏതോ ഒരു പാരലൽ ആക്സിസ് ആണ്. ഓക്കെ, അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഫസ്റ്റ് ഫിഗറിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ കാണാനുള്ള ഇക്വേഷൻ, എക്സ് എക്സ് ആക്സിസ് വെച്ച് കാണാനുള്ള ഇക്വേഷൻ IXX ആണ് കേട്ടോ. B dq/12 എന്ന് മാത്രം എഴുതാൻ പറ്റുമോ? ഇല്ല, നമുക്ക് XX ആക്സിസ് ഇങ്ങ് താഴെയാ കിടക്കുന്നേ. പ്ലസ് AH² എന്ന് വേണം. ഓക്കെ, അപ്പൊ നോക്കിയേ, B d³ B എത്രയാ? 60 ഇൻറ്റു D എന്ന് പറയുന്നത് 20 cube/12 പ്ലസ് ഏരിയ ഓഫ് ദി റെക്ടാംഗിൾ 60 ഇൻറ്റു 20. ഓക്കെ, H². ഞാൻ പറഞ്ഞു H എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ഫിഗറിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി എവിടാന്നറിഞ്ഞാൽ അതിൽ നിന്ന് നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന ആക്സിസിലേക്കുള്ള ദൂരത്തിന്റെ സ്ക്വയർ. അതായത് ഇതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി, ഈ റെക്ടാംഗിളിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഇത് 10ഉം ഇത് 10ഉം ആണ്. ഇത് മൊത്തത്തിൽ 20 ആണ്. അപ്പൊ ഈ സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത് 10ഉം 10ഉം ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്ന അല്ലേ? ഈ ആക്സിസിൽ നിന്ന് ഇതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്കുള്ള ദൂരം, അതായത് നമ്മൾ ഏത് ആക്സിസ് വെച്ചാണ് കാണാൻ ആഗ്രഹിക്കുന്നത് അവിടെ വരെയുള്ള ദൂരം. അതായത് ഇത് സെന്റർ ഓഫ് ഗ്രാവിറ്റി ആക്സിസ് ആണെങ്കിൽ ഇതിന് മാത്രമായിട്ടൊരു സെൻട്രോയിഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടേക്കുള്ള ദൂരമാണ് H² എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് 40 + 10 50². ഓക്കെ, ഇനി അടുത്തത് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് രണ്ടാമത്തെ ഈ ഫിഗറിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എബൌട്ട് XX ആക്സിസ്. ഓക്കെ, അതൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇതിനെ മാത്രം എടുത്തൊന്ന് വരയ്ക്കുന്നു. അതായത് ഇതെത്ര? 20. ഇതെത്രയാണ്? 80. ഓക്കെ ആണെങ്കിൽ ഇതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഇതുവഴിയാ പോകുന്നത്? കൃത്യം 40 കൂടെ അല്ലേ പോകുന്നത്? XX ആക്സിസും ഇതുവഴിയാ പോകുന്നത്. ഇതിന്റെ XX ആക്സിസും ഇതുവഴി തന്നെയാ പോകുന്നത്. അതിന്റെ സെൻട്രോയിഡും അതുവഴി തന്നെയാ. ഈ ഫിഗറിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി കൂടെ തന്നെയാണ് ഈ XX ആക്സിസും പോകുന്നത്. അപ്പൊ പിന്നെ ഒരു പാരലൽ ആക്സിസ് എന്ന് പറയേണ്ട കാര്യമുണ്ടോ? ഇവിടെ നമുക്ക് വേണ്ടിയത് B dq/12 എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഈ B dq/12 എന്ന് പറഞ്ഞാൽ B എന്ന് പറയുന്നത് 20 ഇൻറ്റു D എന്ന് പറയുന്നത് 80 cube/12. ഓക്കെ, ഇനി മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് തേർഡ് വൺ എബൌട്ട് XX ആക്സിസ്. നോക്ക്, മൂന്നാമത്തെ ഫിഗർ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഇത് 60, ഇത് 20. XX ആക്സിസ് ഇതുവഴിയാ പോകുന്നത്. ആദ്യത്തെ ഫിഗറിന്റെ താഴെ കൂടാണ് ഇതിന്റെ ഈ ഫിഗർ കൺസിഡർ ചെയ്യുമ്പോൾ XX ആക്സിസ് മുകളിൽ കൂടാ പോകുന്നത്. ഇതിന് മാത്രമായിട്ട് ഒരു സെന്റർ ഓഫ് ഗ്രാവിറ്റി ഉണ്ട് അല്ലേ? ഈ സെന്റർ ഓഫ് ഗ്രാവിറ്റിയിൽ നിന്ന് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് നമുക്ക് വേണം. അപ്പൊ നമുക്ക് എന്താ വേണ്ടേ? B d³/12 പ്ലസ് AH². ഇവിടെ എന്താ AH² എഴുതാഞ്ഞേ? Hന്റെ വാല്യൂ 0 ആണ്. ഇവിടെ വേണ്ട Hന്റെ വാല്യൂ ഇത് രണ്ടും ഒന്നിച്ചായി. ഇത് മാത്രത്തിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റിയും ഈ XX ആക്സിസ് ഒരേ പോയിന്റ് കൂടെ കടന്നു പോകുന്നതുകൊണ്ട് വാല്യൂ ഓഫ് H ഈസ് 0. അപ്പൊ A × H എന്ന് പറയുന്നത് 0 ആണ്. അതുകൊണ്ടാണ് B dq/12 എന്ന് മാത്രം എടുത്തത്.
ഇവിടെ നമ്മൾ എന്താ എടുക്കുന്നത്? ബി ഡി ക്യൂ ബൈ 12 പ്ലസ് എ എച്ച് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബി എന്ന് പറയുന്നത് 16 ഇൻറ്റു 20 ക്യൂബ് ബൈ 12 പ്ലസ് ഏരിയ 16 ഇൻറ്റു 20 അല്ലേ? എച്ച് സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാ? ഇതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റിയിൽ നിന്ന് ദാണ്ട് ഈ എക്സ് എക്സ് ആക്സിസ് വരെയുള്ള ദൂരം എച്ച് എത്രയാ വരുന്നേ? ഇത് മൊത്തം 20 ആണ്. അപ്പൊ ഇത് 10. ഇവിടുന്ന് ഇവിടെ വരെ 40. 40ഉം 10ഉം 50 സ്ക്വയർ. ഓക്കെ, അപ്പൊ വരുന്ന വാല്യൂസ് എന്ന് പറയുന്നത് 304 കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 304 ഇൻറ്റു 10⁻⁴ മില്ലിമീറ്റർ റൈസ് ടു 4 എന്ന് വരും. Then അടുത്ത വാല്യൂ 85.33 ഇൻറ്റു 10⁻⁴ മില്ലിമീറ്റർ റൈസ് ടു 4 എന്ന് വരും. Then തേർഡ് വാല്യൂ ഇതിന് ഈ സെയിം വാല്യൂ തന്നെയാണ് 304 ഇൻറ്റു 10⁻⁴ മില്ലിമീറ്റർ റൈസ് ടു 4 എന്ന് വരും. അപ്പൊ നമുക്ക് കിട്ടി IXX ഓഫ് ദി ഫസ്റ്റ് ഫിഗർ, സെക്കൻഡ് ഫിഗർ, തേർഡ് ഫിഗർ. അപ്പം ഇനി നമുക്ക് വേണ്ടിയത് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദി I section about XX axis. ഈ വാല്യൂ പ്ലസ് ഈ വാല്യൂ പ്ലസ് ഈ വാല്യൂ, മൂന്ന് വാല്യൂം കൂടെ ആഡ് ചെയ്യുന്നത് ദാറ്റ് ഈസ് 693.33 ഇൻറ്റു 10⁻⁴ മില്ലിമീറ്റർ റൈസ് ടു 4 എന്ന് വരും വാല്യൂ. ഓക്കെ, അപ്പൊ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് മൂന്ന് സെപ്പറേറ്റ് ആയിട്ടുള്ള ഫിഗർ ആയിട്ട് കൺസിഡർ ചെയ്യുമ്പം ചിലപ്പം അതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി കൂടെ തന്നെ ആയിരിക്കും ആക്സിസ് പാസ് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ എച്ച് സ്ക്വയർ എന്ന് വേണ്ട. പക്ഷെ സെൻട്രോയിഡ് ഒന്നിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റിയും നമ്മൾ കണ്ടുപിടിക്കേണ്ട ആക്സിസും വ്യത്യാസമാണെങ്കിൽ പ്ലസ് എച്ച് സ്ക്വയർ എന്ന് പറയുന്ന പാരലൽ ആക്സിസ് തിയറം അനുസരിച്ചുള്ള ഒരു ടേം കൂടെ അവിടെ ആഡ് ചെയ്യും. ആ എച്ച് സ്ക്വയർ എന്ന് പറയുന്നത് സ്വന്തമായിട്ട് ഇപ്പൊ ഞാൻ പറഞ്ഞു എപ്പോഴും പറയുന്നതാണ്, നമ്മുടെ ക്ലാസ്സിൽ നമുക്ക് നമ്മുടേതായിട്ടൊരു വ്യക്തിത്വം ഉണ്ട്. പക്ഷേ ഒരു ക്ലാസ്സിൽ വന്നിരിക്കുമ്പം 60 കുട്ടികളുടെയും വ്യക്തിത്വം ഒന്നായിട്ടാണ് ആ ക്ലാസ്സിൽ റിഫ്ലക്ട് ചെയ്യുന്നത് എന്ന് പറയുന്ന പോലെ ഇതിന് മാത്രമായിട്ടൊരു സെന്റർ ഓഫ് ഗ്രാവിറ്റി ഉണ്ട്. പക്ഷെ ഇതൂടെ ചെല്ലുമ്പം അല്ലെങ്കിൽ ഇതുമായിട്ട് കൺസിഡർ ചെയ്യുമ്പം അതിനെ ഷിഫ്റ്റ് ചെയ്യുക, ആ വ്യത്യാസം എത്രയാണെന്ന് നോക്കുക. അതാണ് നമുക്ക് വരുന്ന എച്ച് എന്ന് പറയുന്ന വാല്യൂ. ഓക്കെ, അപ്പൊ ഇനിയും IYY നമുക്ക് കണ്ടുപിടിക്കാം. ഇതുപോലെ തന്നെ IYY എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് ഇക്വേഷൻ അറിയാം. IYY കാണാനുള്ള ഇക്വേഷൻ DBQ by 12 ആണ്. DBQ ഇതുവരെ നമ്മൾ കണ്ടുപിടിച്ചത് IXX ആണ്. BDQ by 12. അപ്പൊ നമ്മൾ ഇനി IYY കാണാൻ പോവാ. ഓക്കെ, IYY കാണാൻ പറയുമ്പം ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് IYY ഓഫ് ഫസ്റ്റ് ഫിഗർ. IYY ഓഫ് ഫസ്റ്റ്. IYY ഒന്ന് ആലോചിച്ച് നോക്കിയതാണ്ട് ഇതാണ് YY അല്ലേ? ആ IYY വെച്ചോണ്ട് ഇതിന്റെ ആക്സിസ് കാണാൻ പോവാണ്. D എന്ന് പറയുന്നത് ഏതാ? DBQ by 12 ആണ്. D എന്ന് പറയുന്നത് 20 ഇൻറ്റു B എന്ന് പറയുന്നത് 60 ക്യൂബ് ബൈ 12. ഓക്കെ, പ്ലസ് AH സ്ക്വയർ വേണമെന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. പ്ലസ് AH സ്ക്വയർ വേണമെന്ന് ആലോചിച്ച് നോക്കിയേ. ഇതിന് മാത്രമുള്ള സെന്റർ ഓഫ് ഗ്രാവിറ്റി ഇതാണ്. അതുവഴി തന്നെയാണ് ഈ സെൻട്രോയിഡൽ ആക്സിസ് YY ആക്സിസ് പോയിരിക്കുന്നത്. അങ്ങനെ വരുമ്പം എന്താണ്, വേറെ മാറി അങ്ങോട്ടും ഇങ്ങോട്ടും ആണോ? അല്ല. അപ്പൊ നമുക്ക് AH സ്ക്വയർ നമുക്ക് അവിടെ വേണ്ട. ഇനി IYY ഓഫ് സെക്കൻഡ് ഫിഗർ, ഇത് D എന്ന് പറയുന്ന DB ക്യൂബ് ആണ്. D എന്ന് പറയുന്നത് 80, 20 ക്യൂബ് ബൈ 12. ഇവിടെ ശ്രദ്ധിച്ചേ, AH സ്ക്വയർ എന്നുള്ള ടേം വേണോ? H എന്ന് പറയുന്ന വാല്യൂ ഇതാണ്ട് ഇതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റിയും ഈ YY ആക്സിസും ഒരേ ലൈനിൽ കൂടെ പോകുന്നതുകൊണ്ട് AH സ്ക്വയർ എന്നുള്ള ഏരിയ ഉണ്ട്. H എന്ന് പറയുന്ന വാല്യൂ 0 ആവും. അപ്പം ഈ വാല്യൂ കിട്ടി. IYY ഓഫ് തേർഡ് ഫിഗർ DBQ by 12, 10 into 60 cube by
12. അതും ഈ പറഞ്ഞതുപോലെ ഈ സെൻട്രോയിഡൽ ആക്സിസ് കൂടെ തന്നെയാണ് പാസ് ചെയ്തു പോകുന്നതുകൊണ്ട് AH² എന്ന് പറയുന്ന ടേം ഇല്ല. അപ്പൊ നമുക്ക് വാല്യൂ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ IXX എന്ന് പറയുന്നത് 36 into 10⁴ mm⁴, then 5.333 into 10⁴ mm⁴ is equal to 36 into 10⁴ mm⁴. നമുക്ക് 3 IYY കിട്ടി. ഇത് മൂന്നും കൂടെ ആഡ് ചെയ്തതാണ് മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദി ഹോൾ I സെക്ഷൻ അബൌട്ട് YY ആക്സിസ് എന്ന് പറയുന്നത്. ഈ മൂന്നും കൂടെ കൂട്ടുന്നതാണ്. ദാറ്റ് ഈസ് 77.33 into 10⁴ mm⁴. ഓക്കെ, അപ്പൊ നമ്മള് മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദി ഹോൾ ഫിഗർ അബൌട്ട് XX ആക്സിസ്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്ത് കണ്ടുപിടിക്കാൻ പറ്റുന്നത് എന്താണ്? IZZ കണ്ടുപിടിക്കാം. IZZ എങ്ങനെ കണ്ടുപിടിക്കുന്നേ? നേരത്തെ ചെയ്തു. IXX കണ്ടുപിടിച്ചിട്ടുണ്ട്, 3 കൂടെ കൂട്ടിയിട്ടുള്ള ഒരു വാല്യൂ. അതിന്റെ കൂട്ടത്തിൽ ഈ 3 കൂടെ കൂട്ടുന്ന വാല്യൂ, അതായത് ഇതൂടെ ആഡ് ചെയ്യുമ്പോൾ IZZ കിട്ടും. ഓക്കെ, IZZ കൂടെ കിട്ടിയാൽ നിങ്ങൾ കമ്പയർ ചെയ്യുക. IXX ആണോ IYY ആണോ IZZ ആണോ ഏറ്റവും കുറവെന്ന് നോക്കുക. നമുക്കറിയാം IZZ എന്ന് പറയുന്നത് IXXും IYYയും കൂടെ കൂട്ടുന്നതാണ്. അപ്പോൾ ഒരിക്കലും IZZ കുറയാൻ വഴിയില്ല. അപ്പൊ നോക്കുക, IXX ആണോ IYY ആണോ കുറവെന്ന് നോക്കുക. ആ കുറഞ്ഞ വാല്യൂ എടുത്തിട്ട് നിങ്ങൾക്ക് റേഡിയസ് ഓഫ് ഗൈറേഷൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ K √I/A എന്നുള്ളതിനകത്ത് ഏതാണ് കൊടുക്കുന്നത്? ആ മിനിമം വാല്യൂ ഓഫ് മൊമെന്റ് ഓഫ് ഇനർഷ്യ നമ്മൾ അപ്ലൈ ചെയ്യും. ഏരിയയും കൂടെ ചെയ്യും. റേഡിയസ് ഓഫ് ഗൈറേഷൻ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ഈ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ഈ മൂന്നിന്റെയും കൂടെ ഏരിയ കൂട്ടുന്നതാണ്. അപ്പൊ നമുക്ക് ലീസ്റ്റ് റേഡിയസ് ഓഫ് ഗൈറേഷൻ ഇൻ മില്ലിമീറ്റർ നമുക്ക് കിട്ടും. മനസ്സിലായല്ലോ? ഇനി നോക്കിയേ, നമുക്ക് ഇനി വെറൈറ്റി ഓഫ് സെക്ഷൻസ് ഉണ്ട്. ഇനി ഒരു T സെക്ഷൻ, ഒരു ചാനൽ സെക്ഷൻ ഒക്കെ വന്നാൽ എങ്ങനെയാണ് അതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കുന്നതെന്ന് ജസ്റ്റ് ഇപ്പൊ ഇത്രയും കിട്ടിയപ്പോൾ തന്നെ ഒരുവിധം നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇനി ഒരു T സെക്ഷൻ, ഇങ്ങനെ ഒരു T സെക്ഷൻ, ഇതിന്റെ അളവ് 50, ഇത് 10, ഇത് 10, ഇത് 80. ഓക്കെ, ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താ? ഞാൻ ക്വസ്റ്റ്യനകത്ത് വീണ്ടും വീണ്ടും പറയുന്നത്, ഇത് 2 റെക്ടാങ്കിൾസ് ആണ്. നമുക്കറിയാം IXX കാണാൻ BD³/12, IYY ആണെങ്കിൽ DB³/12. അതൊക്കെ ഓക്കെയാണ്. ബട്ട് നമ്മൾ ആദ്യം നോക്കേണ്ടത് ഇതിന്റെ സെൻട്രോയിഡ് എവിടെയാണ്? നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ സെൻട്രോയിഡ്? ഞാൻ ആദ്യമേ പറഞ്ഞു, I സെക്ഷൻ ആയപ്പോൾ നമുക്ക് മനസ്സിലായി അപ്പുറം ഇപ്പുറം ഒരുപോലെ വന്നു. മുമ്പേ ചെയ്ത പ്രോബ്ലത്തിൽ അങ്ങനെ വരണമെന്നില്ല. അപ്പൊ നമ്മൾ ഈ ഫിഗർ ഒന്ന് നോക്കിയേ. ഈ ഫിഗറിൽ നോക്കിയപ്പം നമുക്ക് ദേ ഇങ്ങനെ ഒരു ആക്സിസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇങ്ങനെ ഒരു ആക്സിസ് ഉണ്ടെന്നുണ്ടെങ്കിൽ 2 ഈക്വൽ ഹാഫ് കിട്ടുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് കൃത്യം 25 ആണ്. ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണെന്നറിയാം? X ബാർ ആണ്. X bar is equal to 25 mm. ഓക്കെ, അപ്പൊ X ബാർ കാണാൻ വേറെ ഇക്വേഷൻ ഉണ്ട്. നിങ്ങൾ ചെയ്ത് നോക്കുക. A1 x1 plus A2 x2 by A1 plus A2. A1 ഇത്, A2 ഇത്. A1 എന്ന് പറയുന്നത് 50 into 10. X1 എന്ന് പറയുന്നത് എന്താ? ഇതിന്റെ സെൻട്രോയിഡ് ഇവിടുന്ന് ഇങ്ങനെ ഒരു കോർണറിൽ നമ്മൾ കൊണ്ടുവച്ചിട്ട് ഡിസ്റ്റൻസ് എടുക്കുന്നത്. അപ്പൊ X ബാർ നിങ്ങൾ കണ്ടുപിടിച്ചാൽ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും കിട്ടുന്നത് 25 ആണ്. ഓക്കെ, ഇനി then y bar is equal to, y bar നമുക്ക് അറിഞ്ഞുകൂടാ. ഈ ഒറ്റ ഇതുകൊണ്ട് നോക്കേ, ഇവിടുന്ന് വെച്ചാൽ ഈക്വൽ ഹാഫ് ആണോ കിട്ടുന്നത്? അല്ല. അപ്പൊ നമുക്ക് y bar കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഏത് പ്രോബ്ലം കിട്ടിയാലും ആദ്യം നമ്മൾ നോക്കുക അതിന്റെ സെൻട്രോയിഡ് ഫസ്റ്റ് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ. ഉണ്ടെങ്കിൽ പ്രോബ്ലം ഇല്ല, നമ്മൾ ഡയറക്റ്റ് അങ്ങ് ചെയ്തു പോയാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ അതിന്റെ സെൻട്രോ ഒരെണ്ണം കിട്ടിയിട്ടുള്ളൂ. ഒരു സെൻട്രോയിഡ് കൂടെ പാസ് ചെയ്യുന്ന സെൻട്രോയിഡൽ ആക്സിസ് XX ഉണ്ട്, YY ഉണ്ട്. ഇത് നമുക്ക് YY മാത്രമേ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. ബട്ട് XX ലൊക്കേറ്റ് ചെയ്യണ്ടേ? അപ്പൊ XX ലൊക്കേറ്റ് ചെയ്യാൻ ഇവിടാണോ 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 നമുക്ക് അറിഞ്ഞൂടാ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? Y ബാർ എന്നുള്ള ടേം നമ്മൾ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. Y ബാർ
y ബാർ കാണാനുള്ള ഇക്വേഷൻ a1 y1 പ്ലസ് a2 y2 ബൈ a1 പ്ലസ് a2 അല്ലേ? a1 എന്ന് പറയുന്നത് ഈ ഒന്നാമത്തെ ഫിഗറിന്റെ ഏരിയ 50 ഇൻറ്റു 10 ഇൻറ്റു y1 അല്ലേ? അപ്പൊ നോക്കിയേ, ഇങ്ങനെ നമ്മളൊരു ഇതിനകത്ത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചു, ഒരു ക്വാഡ്രന്റിലോട്ട് കൊണ്ടുവച്ചായിരുന്നു. നമ്മൾ നേരത്തെ അങ്ങനെയാ ചെയ്തത്. ഇതിന്റെ മാത്രം സെൻട്രോയിഡ് എവിടെയാ വരുന്നത്? 5. ഇത് മൊത്തത്തിൽ 10 ആവുമ്പോ ഇവിടുന്ന് 5 അല്ലേ? ഇവിടുന്ന് അവിടേക്കുള്ള ദൂരം 85. ഓക്കെ, ഇവിടുന്ന് ഇവിടെ വരെയുള്ളത് 80, ഇതിന്റെ പകുതിയും കൂടെ 5, 85 പ്ലസ് a2 എന്ന് പറയുന്നത് 10 ഇൻറ്റു 80 അല്ലേ? ഇൻറ്റു y2 എന്ന് പറയുന്നത് ഇതിന് മാത്രമായിട്ടൊരു സെന്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടുന്ന് ഇവിടേക്കുള്ള ദൂരം, ദാറ്റ് ഈസ് ഇത് y2. അപ്പൊ നമുക്കറിയാം ഇത് മൊത്തം 80 ആണെങ്കിൽ ഇത് 40 ആണ്. 40 ബൈ a1 പ്ലസ് a2 is equal to y bar is equal to 57.30 millimeter. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പം 57.30 millimeter. നോക്ക്, അപ്പൊ നമുക്ക് ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ കിട്ടി. നമ്മൾ വീണ്ടും ഈ ഫിഗർ ഒന്നുകൂടെ ഒന്ന് വരയ്ക്കുന്നു. എക്സ് ബാർ നമുക്ക് കിട്ടിയിട്ടുണ്ട്, വൈ ബാർ നമുക്ക് കിട്ടി. അതിനനുസരിച്ച് നമ്മൾ സെൻട്രോയിഡൽ ആക്സിസ് നമ്മൾ ലൊക്കേറ്റ് ചെയ്തു. ലൊക്കേറ്റ് ചെയ്തതനുസരിച്ച് ബേസിൽ നിന്ന് 57.30, അതായത് ബേസിൽ നിന്ന് 57.30 എന്ന് പറയുന്ന ഡിസ്റ്റൻസിലാണ് എക്സ് ആക്സിസ് പാസ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ രണ്ട് സെൻട്രോയിഡൽ ആക്സിസ് നമ്മൾ ലൊക്കേറ്റ് ചെയ്തു. 57.30. ഓക്കെ, രണ്ട് ആക്സിസ് നമ്മൾ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആദ്യം ഇത് മാത്രമേ ഉള്ളായിരുന്നു, അതിന് നമ്മൾ എക്സ് ആക്സിസ് കൂടെ നമ്മൾ ലൊക്കേറ്റ് ചെയ്തു. അപ്പം 57.30. അപ്പൊ ബാക്കി ഇത് മൊത്തം എത്രയാണ്? ഇവിടുന്ന് ഇവിടെ വരെ 80 ആണ്, ഇത് 20 ആണ്. അങ്ങനെയെങ്കിൽ ഇവിടുന്ന് ഇവിടെ വരെ 57 ആണെങ്കിൽ ഇവിടുന്ന് ഇവിടെ വരെ എത്രയായിരിക്കും? മൊത്തം 80ഉം 20ഉം 100 ആണെന്നുണ്ടെങ്കിൽ ഇത് 32.7 ആണ്. അറിയാവുന്ന ഡയമെൻഷൻ ഒക്കെ അങ്ങ് എഴുതിയിടണം ഫിഗറിനകത്ത്. നമ്മളിപ്പോ കണ്ടുപിടിച്ചത് ഈ y ബാർ എന്ന് കണ്ടുപിടിച്ചത് 57.30 ഫ്രം ദി ബേസ് എക്സ് ആക്സിസ് എന്ന് പറയുന്ന ആക്സിസ് നമ്മൾ കണ്ടുപിടിച്ചു. അത് നമ്മൾ മാർക്ക് ചെയ്തപ്പോൾ പോയിട്ട് ബാക്കി മുകളിലോട്ടുള്ളത് 32.7 ആണ്. കാരണം ഈ 80ഉം 20ഉം ചേർന്ന് മൊത്തത്തിലുള്ള ഡെപ്ത് 100 ആണ്. 100 ഇന്ന് ഈ 57.3 കുറച്ചപ്പോൾ 32.7 ആണ് ബാക്കിയുള്ളത്. അതുകൂടെ ചെയ്തു വെച്ചു. ഇനി നമ്മൾ എന്താ കണ്ടുപിടിക്കുന്നത്? മൊമെന്റ് ഓഫ് ഇനേർഷ്യ. നമ്മുടെ സ്റ്റെപ്പ് കഴിഞ്ഞു. അപ്പൊ നമുക്കിനി നമ്മുടെ പഴയ സ്റ്റെപ്പ് എല്ലാം നമ്മൾ എടുത്തതുപോലെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് എക്സ് ആക്സിസ്. ഓക്കെ, മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് എക്സ് ആക്സിസ് എന്ന് പറയുമ്പോൾ ആദ്യം mi ഓഫ് ഫസ്റ്റ് ഫിഗർ അബൌട്ട് എക്സ് ആക്സിസ് ഈസ് ഈക്വൽ ടു ഈ ഫിഗറിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എക്സ് ആക്സിസ് വെച്ചുള്ളത് ബി ഡി ക്യൂബ് ബൈ 12. ഒന്ന് ആലോചിച്ചേ, ah² വേണ്ടി വരുമോ? ബി ഡി ക്യൂബ് ബൈ 12. ഇതിങ്ങനെ ബി ഡി ക്യൂബ് ബൈ 12. ഇതിന്റെ സെൻട്രോയിഡൽ ആക്സിസ് ഇത് മാത്രമാണെങ്കിൽ ഇതിന്റെ സെൻട്രോയിഡൽ ആക്സിസ് എന്ന് പറയുന്നത് ഇതാ അല്ലേ? പക്ഷെ സെൻട്രോയിഡൽ ആക്സിസ് എതുവഴിയാ പോയിരിക്കുന്നത്? ഇച്ചിരി താഴെയായിട്ടാ പോയിരിക്കുന്നേ അല്ലേ? അപ്പൊ നമുക്ക് വേണ്ടിയത് ഇത് 50 ആണ്, ഇത് 20 ആണ്. ഓക്കെ, നമുക്കറിയാം ഈ സെൻട്രോയിഡൽ ആക്സിസിൽ ഇതിന്റെ ടോപ്പ് വരെയുള്ള ദൂരം 32.7 ആണ്. നമ്മളിപ്പോ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചതാ 32.7. ഈ ആക്സിസിൽ നിന്ന് ഇതിന്റെ ടോപ്പ് വരെയുള്ള ഡിസ്റ്റൻസ് 32.7 ആണ്. ഓക്കെ, എങ്കിൽ നമുക്കിപ്പോ ബി ഡി ക്യൂ ബൈ 12 ഇതിന്റെ സെൻട്രോയിഡൽ ആക്സിസ് ഇത് വേറെ പാരലൽ ആക്സിസ് അല്ലേ? അപ്പൊ നമുക്ക് എന്ത് വേണം? ah² എന്നുള്ള ടേം വേണം. അതായത് ബി എന്ന് പറയുന്നത് 50 ഇൻറ്റു ഡി എന്ന് പറയുന്നത് 20 ക്യൂബ് ബൈ 12 പ്ലസ് ഏരിയ 50 ഇൻറ്റു
20. എച്ച് എന്ന് പറയുന്ന ടേം ഒന്ന് ആലോചിച്ച് നോക്കി. ഈ ഫിഗറിൽ നിന്ന് തന്നെ എച്ച് എന്ന് പറയുന്ന ടേം ഒന്ന് കണ്ടുപിടിച്ചേ. എങ്ങനെയാ കണ്ടുപിടിക്കുക? ഇതിന്റെ മാത്രം സെൻട്രോയിഡൽ ഡിസ്റ്റൻസിൽ നിന്ന് ഈ ആക്സിസിലേക്കുള്ള ദൂരം ഇതാണ് എച്ച്. ഇതിന്റെ എച്ച് അതായത് 32.7 നിന്ന് ഈ 20ന്റെ പകുതി 10 കുറയ്ക്കുവാണെന്നുണ്ടെങ്കിൽ അല്ലേ ഇതേണ്ട ഇത്രയും കിട്ടുന്നത്. ഇത് മൊത്തം 20 ആണ്. അപ്പം 32.7 നിന്ന് 10 കുറച്ചാൽ 22.7 ആണ് അവിടെ കിട്ടുന്നത് എച്ച്. അപ്പൊ 22.7ന്റെ സ്ക്വയർ ഒരു വാല്യൂ കിട്ടും. ഇനി മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് സെക്കൻഡ് ഫിഗർ അബൌട്ട് xx axis is equal to b d cube by 12. h സ്ക്വയർ വേണമെന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇതാണ് നമ്മുടെ താഴത്തെ ഫിഗർ. അതിന്റെ എച്ച് സ്ക്വയർ എന്ന് ഇവിടുന്ന് പറയുന്നത് ഇത് 40 ആണ്, ഇങ്ങോട്ടും 40 ആണ്. സംശയമില്ലല്ലോ. നമ്മുടെ സെന്റർ ഓഫ് ഗ്രാവിറ്റി ഏതുവഴിയാ പോകുന്നതെന്നൊന്ന് ആലോചിച്ചേ. സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഇത് മൊത്തം 80 ആണെങ്കിൽ ഇത് 57.30 കൂടെ പോകുന്നത്. അതായത് രണ്ട് ഇതുവഴിയാ പോകുന്നത്. ഇത് 57.30 ആണ്. ഇതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി ഡിസ്റ്റൻസ് ഇതെന്ന് പറയുന്നതാണ് 40. അപ്പൊ രണ്ട് തരത്തിലല്ലേ പോന്നേ. ഇതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി ഇതാണ്. പക്ഷെ ഹോൾ ഫിഗറിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി പോകുന്നത് ഇതുവഴിയാ. അപ്പൊ നമുക്ക് എന്ത് വേണം? എ എച്ച് സ്ക്വയർ നമുക്ക് വേണം. അതായത് ബി എന്ന് പറയുന്നത് എത്രയാ? 10 ഇൻറ്റു ഡി എന്ന് പറയുന്നത് 80 ക്യൂബ് ബൈ 12 പ്ലസ് ഏരിയ 10 ഇൻറ്റു 80 ഏരിയ ഇൻറ്റു എന്താ വേണ്ടേ? എച്ച് സ്ക്വയർ. എച്ച് സ്ക്വയർ എന്ന് പറയുന്നത് എന്താ? ഇതിന്റെ മൊത്തത്തിലുള്ള സെന്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്കുള്ള ദൂരമാണ് ബേസിൽ നിന്ന് 57.30. ഇതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റിയിലെ ഈ ഒരു ഡിസ്റ്റൻസ് ഇല്ലേ, ഈ ചെറിയ വ്യത്യാസം, ഇതാണ് എച്ച്. മൊത്തത്തിലുള്ള സെൻട്രോയിഡൽ ആക്സിസിൽ നിന്ന് ഒരു പർട്ടിക്കുലർ ഫിഗറിന്റെ സെൻട്രോയിഡ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് എച്ച് എന്ന് പറയുന്നത്. അതായത് 57.30 നിന്ന് 40 കുറയ്ക്കുന്നതാണ് എച്ച് എന്ന് പറയുന്നത്. ഓക്കെ, 57 ആ വാല്യൂ 57.17.3 സ്ക്വയർ. അപ്പൊ നമുക്ക് കിട്ടുന്നത് ഈ വാല്യൂ കിട്ടുന്നത് 38.78 ഇൻറ്റു 10⁴ mm⁴. ഇവിടെ കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 66.61 ഇൻറ്റു 10⁴ mm⁴. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? Ixx of the T section about the centroidal axis xx എന്നുള്ള വാല്യൂ നമുക്ക് കിട്ടും. ഈ രണ്ട് വാല്യൂ ഇതും ഇതൂടെ കൂട്ടുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ y ആക്സിസ് വെച്ചുള്ളത് നോക്കാം. y ആക്സിസ് വെച്ചുള്ളത് നോക്കുമ്പോൾ മൊമെന്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് y ആക്സിസ് Ixx of first figure is equal to db cube by 12 plus h square വേണമെന്നുള്ളത് ആലോചിക്കുക. കാരണം ഇങ്ങനെയാണ് ഫിഗർ. നമ്മളെ y ആക്സിസ് ഇതാണ് അല്ലേ? y ആക്സിസും ഈ പർട്ടിക്കുലർ ഫിഗറിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി കൂടെ തന്നെയാ പോകുന്നത്. അപ്പൊ ഒരു h എന്ന് പറയുന്ന വ്യത്യാസം അവിടെ ഇല്ല. അപ്പൊ db cube by 12 എന്ന് മാത്രം മതി. That is equal to d എന്ന് പറയുന്നത് 20 into 50 cube by 12. ഇത്രയും mm⁴. Then Iyy, sorry ഇത് Iyy ആണ്. Iyy of second figure is equal to db cube by 12. ഇവിടെയും ശ്രദ്ധിച്ചേ, ഇവിടുത്തെ സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത് നോക്കാം, ഇങ്ങനെയാണ് രണ്ടാമത്തെ ഫിഗർ ഇരിക്കുന്നത്. അതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി ഇതാണ്. അതിൽ കൂടെ തന്നെയാണ് ഈ y ആക്സിസ് പോകുന്നത്. അപ്പോഴും അവിടെ
AH² വേണ്ട, DB³/12 മാത്രം മതി. 10 × 80³/12. ഓക്കെ, അന്നേരം കിട്ടുന്ന വാല്യൂ 10.42 × 10⁻⁴. ഇത് 0.667 × 10⁻⁴ mm⁴. ഇത് രണ്ടുകൂടെ ആഡ് ചെയ്യുന്നത് 11.087 × 10⁻⁴ mm⁴ എന്നാണ് വരുന്നത്. ഓക്കെ, ഇനി ഒറ്റ പ്രോബ്ലം കൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം, തന്നെത്താൻ ഒന്ന് വർക്കൗട്ട് ചെയ്യുക. ഇത് തരുന്നത് ഒരു ഹോംവർക്ക് പോലെ വിചാരിച്ചാൽ മതി. ഒരു ചാനൽ സെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം, സി സെക്ഷനെയാണ്, സി ഷേപ്പിലെ സെക്ഷനെ പറയുന്ന പേരാണ് ചാനൽ സെക്ഷൻ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ ഒരു ചാനൽ സെക്ഷൻ ഇതാണ് ചാനൽ സെക്ഷൻ. ഇതിന്റെ ഓവറോൾ ഡെപ്ത് 200. ഇവിടുത്തെ തിക്നെസ് എന്ന് പറയുന്നത് 10. ദിസ് ഈസ് ഓൾസോ 10. ഇത് നിങ്ങൾക്ക് തന്നെത്താനെ ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലം ആണ്. തന്നെത്താനെ ചെയ്യാനായിട്ട് ഞാനൊരു ക്ലൂ ആയിട്ട് തരുന്നതേ ഉള്ളൂ. കാൽക്കുലേഷൻ ഒന്നും ഞാൻ പറയുന്നില്ല. ജസ്റ്റ് നിങ്ങൾ തന്നെത്താനെ വർക്കൗട്ട് ചെയ്യാനായിട്ട് ഒരു പ്രോബ്ലം തരാം പ്രാക്ടീസിന് വേണ്ടിയിട്ട്. അപ്പൊ നോക്കിയേ, ഈ ഒരു ഫിഗറിന്റെ ആദ്യം നിങ്ങൾ ക്വസ്റ്റ്യൻ കിട്ടുന്ന ഉടനെ നിങ്ങളൊന്ന് നോക്കുക, സെൻട്രോയിഡ് ഇതുവഴി പാസ് ചെയ്യുന്നു, നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അതോ കാൽക്കുലേഷൻ വേണോ എന്ന് നിങ്ങൾ ആലോചിക്കുക. അപ്പം ഞാൻ ഇതിന്റെ സ്റ്റെപ്പ് മാത്രമേ പറയുന്നുള്ളൂ, കാൽക്കുലേഷൻ ഒന്നും പറയുന്നില്ല. ജസ്റ്റ് നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുക, ഇതിന്റെ സെൻട്രോയിഡൽ ആക്സിസ്, ഈ ഫിഗറിന്റെ XX ആക്സിസും YY ആക്സിസും നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കാം. ഒരെണ്ണം നമുക്ക് പറ്റുമല്ലോ. ഇത് 10 ആണെന്നുണ്ടെങ്കിൽ ദേ കൃത്യം നടുക്കൂടെ ദേ ഇങ്ങനെ ഒരു ആക്സിസ് പോയാൽ ഇത് XX ആക്സിസ് ആണ്. ഇത് കൃത്യം 100ൽ കൂടെ, ഇത് 100, ഇത് 100. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ XX ആക്സിസ് ഇങ്ങനെയാണ് പോകുന്നതെന്ന് നമുക്ക് ജഡ്ജ്മെന്റ്, നമ്മുടെ കോമൺ സെൻസ് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം. എന്ന് വെച്ചാൽ ഈ XX ആക്സിസ് അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും ഈക്വൽ ആയിട്ട് രണ്ട് പാർട്ടിനെയാണ് നമുക്ക് തരുന്നത്. അപ്പൊ the figure is symmetrical about the axis XX അല്ലേ? അപ്പൊ നമുക്ക് ഒരു വാല്യൂ കിട്ടി, ദാറ്റ് ഈസ് y ബാർ എന്ന് പറയുന്നത്. y ബാർ അല്ലേ അത്? XX ആക്സിസിലേക്ക് ബേസിൽ നിന്നുള്ള ദൂരം ഈ 100 എന്ന് പറയുന്നത് ഏതാണ്? y ബാർ ഈസ് ഈക്വൽ ടു 100 mm എന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാതെ തന്നെ കിട്ടി. നിങ്ങൾ വിഷമിക്കണ്ട, കാൽക്കുലേറ്റ് ചെയ്യുവാണെങ്കിൽ a1y1 + a2y2 3 ഉണ്ട്. a1y1 + a2y2 + a3y3 a1 + a2 + a3. അത് ചെയ്താലും നമുക്ക് എന്ത് കിട്ടും? y ബാർ ഈസ് ഈക്വൽ ടു 100 കിട്ടും. ഇനി x ബാർ അറിയാമോ? y ആക്സിസ് ഇതുവഴി പോകുന്നു നമുക്ക് അറിയാൻ പറ്റുന്നുണ്ടോ? അപ്പൊ ഇവിടുന്ന് ഒരു ഡിസ്റ്റൻസ് ഇങ്ങോട്ടുള്ളത് കാൽക്കുലേറ്റ് ചെയ്യണ്ടേ വേണ്ടേ? അത് മൊത്തത്തിൽ 100 ഉണ്ട്. ഈ 100ന്റെ എവിടെയാണ് ഇങ്ങനെ ഒരു ആക്സിസ് പോകുന്നതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. നമുക്ക് ഇങ്ങനെ എങ്ങനെ കട്ട് ചെയ്താലും ഈക്വൽ ആയിട്ട് ഒരു 2 ഹാഫ് കിട്ടൂല. അപ്പൊ സിമെട്രിക്കൽ അല്ല YY ആക്സിസിന്. അപ്പൊ നമുക്ക് x ബാർ നമുക്ക് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ ചെയ്യുന്നില്ല, നിങ്ങൾ തന്നെ കണ്ടുപിടിക്കാം. a1x1 + a2x2 + a3x3 a1 + a2 + a3. ഞാൻ വേണമെങ്കിൽ ആൻസർ മാത്രം എഴുതാം, ചെയ്ത് നോക്കുക. x ബാർ ഈസ് ഈക്വൽ ടു 33.72 mm എന്ന് വരും. ചെക്ക് ചെയ്യാനായിട്ട് 33.72. അപ്പൊ നോക്കിയേ, അതായത് ഇവിടുന്ന് ഇവിടെ വരെ 100 ആണ്. അപ്പൊ ഏകദേശം ഇതുവഴിയാണ്, കൃത്യം 50 പോലും ഇല്ല. അതിനു മുമ്പ് തന്നെ XX ആക്സിസ് YY ആക്സിസ് ഇതുവഴി പോകുന്നുണ്ട്. അതായത് ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 33.72, അതായത് ഇവിടുന്ന് ഇവിടെ വരെയുള്ളത്. ഇതാണ് നമ്മുടെ സെൻട്രോയിഡ് G. ഈ G എന്ന് പറയുന്നത് ബേസിൽ നിന്ന് 100 മില്ലിമീറ്റർ പൊക്കത്തിലും ഇവിടെ നിന്ന് ഇങ്ങോട്ട് x ബാർ എന്ന് പറയുന്നത് 33.72ലുമാണ് നിൽക്കുന്നത്. അപ്പൊ നമ്മൾ സെൻട്രോയിഡൽ ആക്സിസ് നമ്മൾ ലൊക്കേറ്റ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് എന്താ വേണ്ടേ? മൊമെന്റ് ഓഫ് ഇനർഷ്യ. മൊമെന്റ് ഓഫ് ഇനർഷ്യ about XX ആക്സിസ്. അപ്പം ഒന്നാമത്തെ ഫിഗർ, രണ്ടാമത്തെ ഫിഗർ,
മൂന്നാമത്തെ ഫിഗർ. ഒന്നാമത്തെ ഫിഗറിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ, ഒന്നാമത്തെ ഫിഗറിനെ ഞാൻ ചുമ്മാ ഇങ്ങോട്ടൊന്ന് വരയ്ക്കുന്നു. ഇതിന്റെ 100, ഇത് 10. ഒന്നാമത്തെ ഫിഗർ. അതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി ഇതേണ്ട ഇങ്ങനെ വരേണ്ടത് ഇതാ അല്ലേ? പക്ഷെ എക്സ് എക്സ് ആക്സിസ് എവിടെയാ പോയിരിക്കുന്നത്? താഴെ കൂടാ പോയിരിക്കുന്നത്. അത് എത്ര ഡിസ്റ്റൻസ് മാറിയാണ് പോയിരിക്കുന്നത്? ഇവിടുന്ന് 100 ഡിസ്റ്റൻസ് മാറിയാണ് പോയിരിക്കുന്നത് അല്ലേ? അല്ലേ? അങ്ങനെയെങ്കിൽ ബി ഡി ക്യൂബ്, ഇവിടെ ബി ഡി ക്യൂബ് ബൈ 12 പ്ലസ് എ എച്ച് സ്ക്വയർ വരത്തില്ലേ? എ എച്ച് സ്ക്വയർ. ബി എന്ന് പറയുന്നത് 100 ഇൻറ്റു 10 ക്യൂബ് ബൈ 12 പ്ലസ് 100 ഇൻറ്റു 10 എച്ച് സ്ക്വയർ. എച്ച് എത്രയാ വരുന്നേ? ഇതിന്റെ മാത്രം സെന്റർ ഓഫ് ഗ്രാവിറ്റിയിൽ നിന്ന് ദേ ഇവിടെ വരെയുള്ള ദൂരം. ഇത് 5, ഇത് 5. അപ്പൊ മൊത്തം 100ൽ നിന്ന് ഒരു 5 കുറച്ചാൽ 95 ആണ് എച്ച്. ഇവിടുന്ന് ഇവിടെ വരെ 100. ഇതിന്റെ മാത്രം സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഇത് മൊത്തം 10 ആണെങ്കിൽ 5ലും 5 ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഈ 100ൽ നിന്ന് 5 കുറയ്ക്കുന്ന 95 ആണ് എച്ച് സ്ക്വയർ അല്ലേ? അടുത്തത് ഈ ഫിഗറിന്റെ രണ്ടാമത്തെ ഫിഗറിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി ഇതിന്റെ കൃത്യം നടുക്കൂടാണ് പോകുന്നത്. അതായത് ഇതിന്റെ അളവ് ഇത് മൊത്തത്തിൽ 200 ആണ്. 200 ആണെങ്കിൽ ഇത് 10ഉം ഇത് 10ഉം കുറച്ചു കഴിഞ്ഞാൽ 200-നകത്തുനിന്ന് 20 കുറച്ചു കഴിഞ്ഞാൽ ഇതിന്റെ അളവെന്ന് പറയുന്നത് 180 ആണ്. ഈ ഡെപ്ത് എന്ന് പറയുന്നത് 180 ആണ്. ഈ അളവെന്ന് പറയുന്നത് 10 ആണ് അല്ലേ? ഇനി നോക്കിയേ, സെക്കൻഡ് ഫിഗറിന്റെ ഐ എക്സ് എക്സ് എന്ന് പറയുന്നത് ബി ഡി ക്യൂബ് ബൈ 12 പ്ലസ് എ എച്ച് സ്ക്വയർ ഉണ്ടോ എന്ന് ആലോചിച്ച് നോക്കിയേ. ഇതിന്റെ 180 ആണെങ്കിൽ ഇതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഇവിടുന്ന് 90ലാണ് നിൽക്കുന്നത്. ഇത് 90 അല്ലേ? പക്ഷെ നോക്ക, ഈ ഒബ്ജക്റ്റ് മൊത്തത്തിൽ വരുവാണെങ്കിൽ അതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി അവിടെയാണോ വരുന്നത്? അതെ, കൃത്യം നടുക്കൂടെ തന്നെയല്ലേ പോന്നേ. ഇതിന്റെ ഇതുവഴി തന്നെയാണത് പാസ് ചെയ്യുന്നത്. നോക്ക, ഇതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി കൂടെ തന്നെയാണ് ഇത് പാസ് ചെയ്യുന്നത്. 2 ഈക്വൽ ഹാഫ് അല്ലേ കിട്ടുന്നത്. അപ്പൊ നമുക്ക് ബി ഡി ക്യൂബ് ബൈ 12 മാത്രം മതി. അതായത് 10 ഇൻറ്റു 180 ക്യൂബ് ബൈ 12. തേർഡ് ഫിഗറിന്റെ ഐ എക്സ് എക്സ് ഇതിന്റെ ബി ഡി ക്യൂബ് ബൈ 12 പ്ലസ് എ എച്ച് സ്ക്വയർ തന്നെ വരും. കാരണം ഇങ്ങനെയാണ് ഈ ഫിഗർ ഇരിക്കുന്നത്. സെൻട്രോയിഡൽ ആക്സിസ് മുകളിൽ കൂടെ ആണ് പോകുന്നത് അല്ലേ? സെൻട്രോയിഡൽ ആക്സിസ് മുകളിൽ കൂടെ പോകുന്നു. ഇങ്ങനെയാണ് ഫിഗർ ഇരിക്കുന്നത്. അങ്ങനെ വരുമ്പം ഇതിന്റെ സെൻട്രോയിഡൽ ഇവിടുന്ന് ഇവിടെ വരെയുള്ള ദൂരം, അതായത് അതാണ് എച്ച് ആയിട്ട് എടുക്കുന്നത്. അപ്പൊ ബി എന്ന് പറയുന്നത് 100 ഇൻറ്റു ഡി എന്ന് പറയുന്നത് 10 ക്യൂബ് ബൈ 12 പ്ലസ് 100 ഇൻറ്റു 10 ഇൻറ്റു എച്ച് എന്ന് പറയുന്നത് ഇവിടുന്ന് ഈ സെൻട്രോയിഡൽ ആക്സിസിലേക്കുള്ള ദൂരം കണ്ടുപിടിക്കുക. കണ്ടുപിടിക്കാൻ എന്ന് പറഞ്ഞാൽ ഇവിടെ വരെയുള്ള ദൂരം എത്രയാ? 95 സ്ക്വയർ തന്നെയാണ് വരുന്നത്. കാരണം ഇവിടുന്ന് ഇവിടെ വരെ 100 ആണ്. ഇവിടുന്ന് ഇവിടെ വരെ 100. ഇതിന്റെ സെൻട്രോയിഡ് എന്ന് പറയുന്നത് കൃത്യം ഇവിടുന്ന് 5, ഇവിടുന്ന് 5. അപ്പൊ ഈ 5 കുറച്ച് ഈ സെൻട്രോയിഡൽ ഡിസ്റ്റൻസിൽ നിന്ന് ഇവിടെ വരെയുള്ള ദൂരമാണ് നമുക്ക് വേണ്ടിയത്. അപ്പൊ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പം ഐ എക്സ് എക്സ് 1 ഉണ്ട്, ഐ എക്സ് എക്സ് 2 ഉണ്ട്, ഐ എക്സ് എക്സ് 3 ഉണ്ട്. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് എക്സ് എക്സ് ആക്സിസ്. ഇനി വൈ വൈ ആക്സിസിലെ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കിയേ. വൈ വൈ ആക്സിസിലെ ഫസ്റ്റ് ഫിഗർ ഇങ്ങനെ ഇരിക്കുക അല്ലേ? വൈ വൈ ആക്സിസ് ഐ വൈ വൈ ഓഫ് ഫസ്റ്റ് ഫിഗർ ഡി ബി ക്യൂബ് ബൈ 12 എന്നാണ്. എ എച്ച് സ്ക്വയർ ഉണ്ടോന്ന് അറിഞ്ഞുകൂടാ, നോക്കാം ഉണ്ടോന്ന്. ഇതിന്റെ മാത്രമായിട്ടുള്ള സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഇവിടുന്ന് 50 മാറിയാണ് അല്ലേ? ഇവിടുന്ന് 50 മാറിയാണ്. അങ്ങനെയെങ്കിൽ ഇവിടുത്തെ പക്ഷെ നോക്ക്, ഇതിന്റെ 50 മാറി എന്ന് പറയുമ്പോൾ പക്ഷെ ഇവിടുന്ന് ഇതിന്റെ വൈ വൈ ആക്സിസ് എതുവഴിയാ പോകുന്നതെന്ന് ആലോചിച്ചേ.
വൈ വൈ ആക്സിസ് എന്ന് പറയുന്നത് 33.72 നിൽക്കുന്നത്, അതായത് 50 വരെ പോകുന്നില്ല. ഇവിടുന്ന് 33.72 നിൽക്കുന്നത്. അപ്പൊ ഇതിന്റെ മാത്രമായിട്ടുള്ള സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഇവിടുന്ന് 50 മാറിയാണ്. പക്ഷേ മൊത്തത്തിലുള്ള ഫിഗറിന്റെ വൈ വൈ ആക്സിസ് പോകുന്നത് 33.72. There is a difference between these two axes, but they are parallel to each other. അപ്പം dbq/12 plus ah² നമുക്ക് ആവശ്യമാണ്. d എന്ന് പറയുന്നത് 10 into 100 cube by 12 plus 10 into 100 into h² എന്ന് പറയുന്നത് എത്ര വരുമെന്നറിയോ? ഈ 50-ൽ നിന്ന് ഈ 33.2 കുറയ്ക്കുന്നത് ഈ ചെറിയ ഡിഫറൻസ് ഇല്ലേ, ഇതാണ് h എന്ന് പറയുന്ന വാല്യൂ. 50 minus 33.72 square. Okay, then Iyy of second figure db³/12 h² വരുന്നുണ്ടോ നോക്കാം നമുക്ക്. ഇതാണ് സെക്കൻഡ് ഫിഗർ. ഇതിന്റെ അളവ് 10, ഇതിന്റെ അളവ് 180. ഇതിന്റെ മാത്രമായിട്ടുള്ള സെന്റർ ഓഫ് ഗ്രാവിറ്റി ഇവിടെയാണ്, അതായത് ഇത് 5 ആണ്, ഇതും 5 ആണ്. പക്ഷേ ഈ സെൻട്രോയിഡൽ ആക്സിസ് എതുവഴിയാ പോകുന്നതെന്ന് നോക്കിയേ. ലെഫ്റ്റിൽ നിന്ന് 33.72 ഇതിന്റെയും വെളിയിലാണ് പോകുന്നത്. അതുകൊണ്ട് ഇങ്ങനെയാ പോകുന്നത്. അതായത് ഇത്രയും അളവെന്ന് പറയുന്നത് 33.72 ആണ്. വൈ വൈ ആക്സിസ് പോയിരിക്കുന്നത്. അപ്പം കറക്റ്റ് കൃത്യമായിട്ട് ah² നമുക്ക് ആവശ്യമുണ്ട്. ഡി എന്ന് പറയുന്നത് 180 ഇൻറ്റു ബി എന്ന് പറയുന്നത് 10³/12 പ്ലസ് 180 ഇൻറ്റു 10 ഏരിയ. എച്ച് എന്ന് പറയുന്നത് എത്ര വരുമെന്ന് നോക്കിയേ. ഇതിന്റെ സെൻട്രോയിഡൽ ആക്സിസ് വൈ വൈ ആക്സിസ് ഇതാണ്. ആ വൈ വൈ ആക്സിസിലേക്ക് ഉള്ള ഇതിന്റെ മാത്രമുള്ള സെന്റർ ഓഫ് ഗ്രാവിറ്റിയിൽ നിന്നുള്ള ദൂരമാണ് h എന്ന് പറയുന്നത്. അതായത് 33.7. 33.7 എന്ന് പറയുന്നത് ലെഫ്റ്റിൽ നിന്ന് ഇവിടെ വരെയാണ്. അതിനകത്തുനിന്ന് ഈ ചെറിയ വാല്യൂ ഇതങ്ങ് കുറച്ചാൽ മതി. 5 മൈനസ് 5 സ്ക്വയർ. ഇതാണ് ഈ ആക്സിസിൽ നിന്ന് ഇതിന്റെ പർട്ടിക്കുലർ സെന്റർ ഓഫ് ഗ്രാവിറ്റിയിൽ നിന്ന് ഇതിന്റെ സെൻട്രോയിഡൽ ആക്സിസിലേക്കുള്ള ദൂരം എത്രയാണ്, അതിന്റെ സ്ക്വയർ ആണ് വേണ്ടിയത്. Then third Iy of third figure. ഈ തേർഡ് ഫിഗർ ഒന്നും വേണ്ട, ഫസ്റ്റ് ഫിഗറിന്റെ തന്നെ ആയിരിക്കും ഉത്തരം. കാരണം ഇതും ഈ ആക്സിസിനെ സംബന്ധിച്ച് ഒരുപോലെയാണ് വരുന്നത്. ജസ്റ്റ് ചെയ്ത് നോക്കുക, ചെയ്ത് പ്രാക്ടീസിൽ കൂടെ ആലോചിക്കുക. അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിന്റെ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് ഒരു ചുമ്മാ ഒരു റിവൈസ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞത് മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത് എപ്പോഴും ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസിന്റെ സ്ക്വയർ ആണ്. പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം പറയുന്നത് തേർഡ് ആക്സിസ് Izz എന്ന് പറയുന്നത് Ixx പ്ലസ് Iyy ആണ്. പാരലൽ ആക്സിസ് തിയറം പറയുന്നത് സെൻട്രോയിഡൽ ആക്സിസിൽ കൂടെ അല്ലാത്ത ഒരു മൊമെന്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കേണ്ടതായിട്ട് വരുവാണെങ്കിൽ എന്താണ് Ixx പ്ലസ് ah² എന്നുള്ള ടേമാണ് യൂസ് ചെയ്യുന്നത്. Ixx പ്ലസ് ah². ഇനി നമുക്കൊരു ഫിഗർ കിട്ടുകയാണെങ്കിൽ ആ ഫിഗറിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ കാണാനായിട്ട് ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ ഫസ്റ്റ് യു ലൊക്കേറ്റ് ദ സെൻട്രോയിഡ് ഓഫ് ദാറ്റ് ഫിഗർ. എതുവഴിയാണ് ആ ഫിഗറിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി പാസ് ചെയ്യുന്നത്, സെൻട്രോയിഡ് പോകുന്നത്. അപ്പൊ സെൻട്രോയിഡ് ലൊക്കേറ്റ് ചെയ്യണമെങ്കിൽ എന്തായാലും ശരി 2 വാല്യൂസ് വേണം, 2 കോർഡിനേറ്റ്സ് വേണം, എക്സ് ബാർ ആൻഡ് വൈ ബാർ. നമ്മൾ പ്രാക്ടീസ് കൊണ്ട് നേടിയെടുക്കുന്നതാണ്. സിമെട്രിക്കൽ ആണെങ്കിൽ നമുക്ക് കാൽക്കുലേഷൻ ഇല്ലാതെ വിതൗട്ട് എനി കാൽക്കുലേഷൻ വി ക്യാൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് ബാർ ഓർ വൈ ബാർ, അല്ലെ, സിമെട്രിക്കൽ ഫിഗർ ആയിട്ടാണെന്നുണ്ടെങ്കിൽ. ബട്ട് സിമെട്രിക്കൽ അല്ല എങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. a1 x1 a2 a2 അങ്ങനെയുള്ള ഇക്വേഷൻസ് വെച്ചിട്ട് എക്സ് ബാറും വൈ ബാറും കണ്ടുപിടിച്ച് ആ ഫിഗറിന്റെ മൊത്തത്തിലുള്ള ഫിഗറിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി വരച്ച് വെക്കുക, മാർക്ക് ചെയ്ത് വെക്കുക. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്ന മൊമെന്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കുക. എപ്പോഴും ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി കൂടെ തന്നെയാണ് ആ മൊത്തത്തിലുള്ള ഫിഗറിന്റെ സെൻട്രോയിഡൽ ആക്സിസ് പോകുന്നതെങ്കിൽ അവിടെ ah² എന്നൊരു വാക്ക് വരത്തില്ല. എന്ന് വെച്ചാൽ എച്ചിന്റെ വാല്യൂ 0 ആയി പോകും. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, അങ്ങനെ അല്ലാത്ത കേസ് വരുവാണെങ്കിൽ ആ പർട്ടിക്കുലർ ഫിഗറിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റിയിൽ നിന്ന് മൊത്തത്തിലുള്ള ഫിഗറിന്റെ സെൻട്രോയിഡൽ ആക്സിസിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് h എന്ന് പറയുന്ന ടേം. ഓക്കെ,
അപ്പം നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. കാൽക്കുലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ചെയ്ത് നോക്കുക. ഓക്കെ, ബൈ.